ജീവിതത്തിൽ ഓരോ മനുഷ്യർക്കും വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ടാവും. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അപരാധം ഏതെന്ന് ചോദിച്ചാൽ കൊല വലിയൊരു അപരാധമാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ള ഒരുപാട് ഈവിൾസ് ഉണ്ട്. അതെല്ലാം അപരാധങ്ങളാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയ അപരാധം, കൊലയേക്കാൾ വലിയ അപരാധം, ഒരുപാട് ഉയരാൻ സാധ്യതയുള്ള ഒരു കുട്ടിയെ അടിച്ചൊതുക്കി ഇല്ലായ്മ ചെയ്യുന്ന ഒരു ടീച്ചർ ചെയ്യുന്ന അപരാധമാണ്. ഒരുപാട് സാധ്യതകളാണ് ഓരോ കുട്ടികൾക്കുമുള്ളത്. ഇനി അഭിസംബോധനകളുടെ ആവശ്യമില്ല. ഇനാഗുറൽ സെഷൻ കഴിഞ്ഞു, നേരെ സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഒരുപാട് വൈകിട്ടാണ് ഓടുന്നത്. ഇവിടെ ഇരിക്കുന്ന അധ്യാപകരായിട്ടുള്ള ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള എല്ലാ എൻ്റെ വിദ്യാർത്ഥികളോടും ഏജ് എന്ന് പറയുന്നത് ഒരു കടമ്പയല്ലെന്ന് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴും, മനുഷ്യർക്ക് സാധാരണയായിട്ട് 3 ഏജുകളാണുള്ളത്. അതിലൊരു ഏജ് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ക്രൊണോളജിക്കൽ ഏജാണ്. ക്രൊണോളജിക്കൽ ഏജ് എന്ന് പറയുമ്പോൾ 1, 2, 3. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഹാരിസിൻ്റെ അനിയൻ ഇവിടെ ഇന്ന് ബർത്ത്ഡേ ആയിരുന്നു എന്ന് പറഞ്ഞതുപോലെ, നമ്മുടെ ഓരോ ബർത്ത്ഡേകളും അല്ലെങ്കിൽ അതിൻ്റെ ദിവസങ്ങളും നമ്മുടെ ഓരോ ഏജിനെ സൂചിപ്പിക്കുന്നു. അത് നമ്മുടെ ക്രൊണോളജിക്കൽ ഏജാണ്. എന്നാൽ നമുക്ക് അതേപോലെ തന്നെ ബയോളജിക്കൽ ഏജ് ഉണ്ട്. ബയോളജിക്കൽ ഏജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 40 വയസ്സ് കഴിഞ്ഞിട്ടും കണ്ണട വെക്കാതെ നടക്കുന്ന ഒരാളുടെ കണ്ണ് 40 വയസ്സിന് താഴെയാണ് എന്നർത്ഥം. ബയോളജിക്കലി അയാളുടെ കണ്ണ് താഴെയാണ്. ഏകദേശം 80യും 90യും ആയിട്ടും പ്രത്യേകിച്ച് അസുഖമൊന്നും ബാധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ കിഡ്നിക്ക് എങ്കിൽ അദ്ദേഹത്തിൻ്റെ കിഡ്നി ഏജ് വൈസ് ഒരുപാട് താഴെയാണ്. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടും അയാളുടെ ബുദ്ധിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ, പ്രത്യേകിച്ച് മറവി രോഗം പോലെയുള്ളതൊന്നും വരുന്നില്ല എങ്കിൽ അയാളുടെ ബുദ്ധി, അയാളുടെ ബ്രെയിൻ അയാളുടെ ഏജിനേക്കാളും താഴെയാണ്. അതിനെ നമുക്ക് ബയോളജിക്കൽ ഏജ് എന്ന് വിളിക്കാം, ബയോളജിക്കൽ ഏജ്. എന്നാൽ നമുക്ക് ഇനി മറ്റൊരു ഏജ് കൂടിയുണ്ട്. ആ ഏജിൻ്റെ പേര് സത്യത്തിൽ ക്രൊണോളജിക്കലുമല്ല ബയോളജിക്കലുമല്ല, അത് സൈക്കോളജിക്കൽ ഏജാണ്. മനഃശാസ്ത്രപരമായിട്ടുള്ള നമ്മുടെ ഏജ്. ഓരോ ടീച്ചേഴ്സും മനസ്സിലാക്കേണ്ട കാര്യമാണ് മെൻ്റൽ ഏജ്. ഇവിടെ തമാശ പറഞ്ഞ് കളിച്ച് ചിരിപ്പിച്ച് ഓടി നടന്ന് ക്ലാസ് എടുക്കാൻ പ്രവീൺ സാർ ഉണ്ട്. ഞാൻ പ്രവീണിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് എന്ന്. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഓടി നടന്ന് എടുക്കും. അപ്പം അതേ രൂപത്തിൽ ഞാനും എടുക്കണ്ട എന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു സ്പീച്ച് ലെവൽ ട്രെയിനിങ് ആക്കിയത്. നിങ്ങൾക്ക് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിന്, ഞാനും ഏകദേശം 23 വർഷമായിട്ട് അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകൻ്റെ മനോഗതം അറിയുന്നത് കൊണ്ട് പറഞ്ഞോട്ടെ, ടീച്ചേഴ്സിനും ട്രെയിനിങ് എടുക്കാറുണ്ട്. സ്റ്റേറ്റ് ലെവലിലെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോകാറുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്നതും ഒരു സ്റ്റേറ്റ് ലെവൽ ക്യാമ്പാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അധ്യാപകനാര് എന്ന് ഓരോരുത്തരും നമ്മളെക്കുറിച്ച് അറിയുന്നതിന് മുമ്പേ നമ്മൾ ഉശിരോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്കുണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ ആവേശമാണ് നമുക്കധികം വയസ്സായിട്ടില്ല എന്നുള്ള ചിന്താഗതി. വയസ്സായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഏജ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഏജിൻ്റെ നേർപാതിയായിരിക്കണം. നേർപാതി. നമുക്കിപ്പോൾ 40 വയസ്സായി എന്ന് തോന്നുക അല്ലെങ്കിൽ കരുതുക. ആ സമയത്ത് നമ്മുടെ ഏജ് കൃത്യമായി 20-ലായിട്ട് തളച്ചിടണം നമ്മൾ. അപ്പോഴാണ് നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയുക. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഇവിടുത്തെ അമ്മയുടെ പ്രസിഡന്റ് വന്നിട്ട്, ഇവിടെ ശ്വേതാമേനോൻ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ ആ ഗ്രൂപ്പിൽ ഒരുപാട് ഏജുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്ന സമയത്ത് കൊടുക്കുന്ന മറുപടി എനിക്കിപ്പോൾ 35 ആയി എന്നാണ്. 74-ാം വയസ്സിലേക്ക് കടന്നിട്ടുള്ള മെഗാസ്റ്റാർ പോലും മനസ്സിൽ കരുതുന്നത് അദ്ദേഹത്തിൻ്റെ പാതി വയസ്സേ ആയിട്ടുള്ളൂ എന്നതാണ്. ഇവിടെ ഇരിക്കുന്ന ആദ്യം നമ്മളെല്ലാവരും കരുതേണ്ടത്, നമ്മെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഏജ് നമ്മുടെ ടോട്ടൽ ഏജിൻ്റെ പാതിയാകുമ്പോഴാണ് സൈക്കോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് വളരെ ഫിറ്റായി പോകുന്നത്. അതുണ്ടാകുമ്പോഴാണ് ആവേശം നമുക്കുണ്ടാവുക. കുട്ടികളെ പോലെ മനസ്സ് എല്ലാ കാലത്തും നമുക്കുണ്ടാകണമെന്നാണ്. കാരണം കുട്ടികളാണ് തളർച്ചയിൽ നിന്ന് വീണ്ടും വീണ്ടും എഴുന്നേറ്റ് വരുന്നത്. ഒരു കുട്ടി ഓടാൻ കഴിയുന്നതിന് മുമ്പേ, അവൻ നടക്കാൻ കഴിയുന്നതിന് മുമ്പ് ഒരുപാട് തവണ വീഴുന്നുണ്ട്. വീണാണ് ആ കുട്ടി പഠിക്കുന്നത്.
വീണിട്ടും അമ്മയുടെ അരികിലേക്ക് നടക്കുന്നൊരു നടത്തമുണ്ട്. വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാട്ടെ. ഒരിക്കൽ വീഴും, അപ്പൊ അമ്മ അവിടെ നിന്ന് മാടി വിളിക്കുമ്പോൾ വീണ്ടും ചിരിച്ചോണ്ടാ പിന്നെ ഓടുക. വീണിടത്ത് നിന്ന് വീണ്ടും എഴുന്നേറ്റോടുന്ന കുട്ടികളെ പോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. ഓരോ കുട്ടികളും അങ്ങനെയാണ്. വീണിടത്ത് നിന്ന് കരയുന്ന കുട്ടികൾക്ക് ചെറുതായിട്ടൊരു കുഴപ്പമുണ്ടെന്നാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാറ്റണം അവരെ. വീഴുന്നിടത്ത് നിന്ന് പിന്നെയും അമ്മ കൈകാട്ടി വിളിക്കുന്ന സമയത്ത് എഴുന്നേറ്റോടും. അങ്ങനെ ആയിരക്കണക്കിന് പ്രാവശ്യം വീണിട്ടാണ് നമ്മളെല്ലാവരും ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ട്രെയിനിങ്ങിന്റെ പോലെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്പർ 1, നമ്മുടെ ഏജ് വൈസ് നമ്മുടെ തോട്ട്, ഏത് ഏജിലാണ് നമ്മളെങ്കിലും നേർപാതിയിലേക്ക് ചുരുക്കുക എന്നത് ഒന്നാമത്തെ കാര്യം. അപ്പൊ നമ്മുടെ മെന്റൽ ഏജ് നമുക്ക് ഫിറ്റായി മാറുന്നു. ഒരുപക്ഷെ നമുക്ക് രോഗം വരാം, ഒരുപക്ഷെ ജീവിതത്തിന്റെ ഈ ഒരു വല്ലാത്ത ഗതിയിൽ നമ്മൾ അസ്തമിക്കാം. അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം നമ്മൾ എത്രയാണോ ജീവിച്ചിരിക്കുന്നത് ആ സമയത്തൊക്കെയും നമ്മുടെ വയസ്സ് നേർപാതി എന്ന ഒരു തോന്നലായിരിക്കണം ആദ്യം ഉണ്ടാകേണ്ടത്. രണ്ടാമത്തത്, നമ്മൾ അധ്യാപകരാണ്. അധ്യാപകരാകുമ്പോൾ അതിന്റെ ഫിലോസഫി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഹു ഈസ് എ ടീച്ചർ എന്നത്. ഞാൻ ഗൗരവമായി സംസാരിക്കല്ല, പക്ഷെ ഇതൊരു ഗൗരവമായ സദസ്സായതുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നു. ആരാണ് ഒരു അധ്യാപകൻ എന്ന ചോദ്യത്തിന് നിങ്ങൾ കൊടുക്കുന്ന മറുപടി എന്താണ്? വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ടീച്ചർ, ആചാര്യ ആൻഡ് ഗുരു? ഇതിന് കൃത്യമായൊരു മറുപടി ഈ വേദിയിൽ നിന്ന് എഴുന്നേറ്റ് പറയുന്ന ഒരാൾക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു സാധനം വാങ്ങിക്കാൻ ഒരു 5000 രൂപ ഞാൻ ഇപ്പോൾ തരാം. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ടീച്ചർ, ആചാര്യ ആൻഡ് ഗുരു? ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. എന്താന്നിങ്ങനെ സൈഡ് ടോക്ക് നടത്തണ്ട. നമ്മൾ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു വെളിച്ചം എനിക്കൊരു തടസ്സമായി നിൽക്കുന്നുവെങ്കിലും എല്ലാവരെയും കാണുന്നുണ്ട്. പറയാൻ പറ്റുമോ ആർക്കെങ്കിലും എഴുന്നേറ്റിട്ട്? ഒരു അധ്യാപകനും ആചാര്യനും ഗുരുനാഥനും തമ്മിൽ എന്താ വ്യത്യാസമുണ്ട്? കൃത്യമായി പറയുന്നവർക്ക് 5000 രൂപ എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇപ്പൊ തരും. ഹാരിസിനെ ഞാൻ ബുദ്ധിമുട്ടിക്കൂല. ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് പറഞ്ഞാട്ടെ. സമയമില്ല കേട്ടോ, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയാൻ എല്ലാറ്റിനുണ്ട്. എന്നാലും നിങ്ങൾക്ക് പൈസ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എൻ്റെ പരിപാടി ക്ലാസ് എടുക്കൽ മാത്രമല്ല കേട്ടോ, ഞാൻ ഹാരിസിനെ പോലെ ഒരു ബിസിനസ്സുകാരനും കൂടിയാണ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ, ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിൽപ്പെട്ട ആരെങ്കിലും. 5000 രൂപ വേണ്ട, ഞങ്ങൾക്ക് എന്ത് 5000 എന്ന്? ശരി, 10000. ഞാൻ അധ്യാപകരോടായി ചോദിക്കുന്നത്, കോർലെസ്, ഞാൻ അധ്യാപകരോടാ ചോദിക്കുന്നത്, എന്താണ് ടീച്ചറും ആചാര്യനും ഗുരുവും തമ്മിലുള്ള വ്യത്യാസമെന്ന്? കൃത്യമായിട്ട് പറയണം കേട്ടോ. ആരാ അവിടെ? പറഞ്ഞോ. ആരാ എഴുന്നേറ്റ്? മോളാണോ? യെസ്. അങ്ങനെ കൈയർത്തി പറയാൻ പറ്റണം. ശരി, ആ മൈക്കൊന്ന് അങ്ങോട്ട് കൊടുത്താട്ടെ. കൃത്യമായി പറയുന്നവർക്ക് 10000 രൂപയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കുറച്ച് പൈസ ഒക്കെ തന്നിട്ട് പോവാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ മോളെ, അങ്ങോട്ട് കൊടുത്തേക്ക്. വേഗം കൊടുത്തേക്കണേ, കാരണം അതൊരു ഇന്ററാക്റ്റീവ് സദസ്സാക്കാനും വേണ്ടിയിട്ടാണ്. അധ്യാപകനും ആചാര്യനും ഗുരുനാഥനും തമ്മിലുള്ള വ്യത്യാസം. മോൾക്ക് ആവേശം കൊണ്ട് ഓടുകയാണ് അവള്. ഓക്കെ, പറഞ്ഞോളൂ. കൃത്യമായിട്ട് പറയണേ. ഞാൻ 10000 കിട്ടാൻ വേണ്ടി പരമാവധി നോക്കും, എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടാൻ. പറഞ്ഞോളൂ. മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. ഐ ആം ഷെഫീജ സിദ്ദീഖ്, ഒക്ടോബർ ബാച്ചസ്. എല്ലാവരും ഒന്ന് കൈയടിച്ചു കൊടുത്താട്ട് അത്ര ധൈര്യമായിട്ട് വന്നിട്ട് പറയുന്നത് കൊണ്ടൊക്കെ. റൈറ്റ്, യു ക്യാൻ പ്രൊസീഡ്. ടീച്ചർ എന്ന് പറഞ്ഞാല് ഒരു സ്റ്റുഡൻസിനായിട്ടൊരു ഇന്ററാക്ഷൻ കൊടുക്കുന്ന ഒരാളാണ് ടീച്ചർ. സ്റ്റുഡൻസ് ഇന്ററാക്ഷൻ, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിൽ കൂടെ കുട്ടികളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം, എങ്ങനെ ഒരു നല്ല ഒരു വിദ്യാർത്ഥി സമൂഹം പടുത്തുയർത്തണം. ഗുരു എന്ന് പറയുന്നത് വഴികാട്ടിയാണ്. ആചാര്യ എന്ന് പറയുമ്പോ നമ്മുടെ അറിവുകളെ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു. അധ്യാപകനും തമ്മിൽ വ്യത്യാസം? ചെറിയൊരു വ്യത്യാസമുണ്ട്, ചെറിയൊരു. എല്ലാരും ഒന്ന് കൈയടിച്ചു കൊടുത്താട്ടെ. ആ കുട്ടി അത്രയെങ്കിലും പറഞ്ഞല്ലോ. ഇനി പോയിരുന്നു. നമുക്ക് എന്ന് പറഞ്ഞ നത്തിങ് ഈസ് ഇമ്പോസിബിൾ, ബട്ട് വി യൂസ് അവർ എബിലിറ്റീസ് മോർ ആൻഡ് മോർ
വർക്ക് ഹാർഡ്ലി സോ സക്സസ് വിത്ത് us എന്ന ഒരു അഡ്വൈസ് ആണ് ഞാൻ ഈ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനോടും സ്റ്റുഡൻസിനോടും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റുഡൻസിനോടും കൊടുക്കുന്നത്. Thank you sir, thank you. Nothing is impossible is a word from rise from the desk of Napoleon Bonaparte, I think, right? But now we can change that word. Impossible is nothing. Not nothing is impossible. You can say nothing is impossible. No, impossible is nothing. That is the new word for new era, right? ആദ്യമായിട്ട് പറയാണ്, ഇനി ഒരിക്കലും നമ്മൾ നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ പഴയ വാക്ക് പറഞ്ഞിരിക്കരുത്. ഇനി നമ്മൾ പറയേണ്ടത് തല തിരിച്ചിട്ടാണ്. ഇമ്പോസിബിൾ ഈസ് നത്തിങ്. അസാധ്യമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്ന് നമ്മൾ തിരിച്ചു പറഞ്ഞ്, നമ്മൾ ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞത് പോലും സാധ്യമെന്നതല്ല, ഇമ്പോസിബിൾ എനിക്കൊന്നുമല്ല എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, റൈറ്റ്. ഗുരു എന്ന് പറയുന്നതിൻ്റെ ആ കുട്ടി പറഞ്ഞു തുടങ്ങി, പക്ഷേ കൃത്യമായ അർത്ഥം പറഞ്ഞില്ല. ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിനോട് പറഞ്ഞോട്ടെ, അധ്യാപകൻ എന്ന് പറഞ്ഞാൽ തൻ്റെ അധ്യായങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവനാണ്. അധ്യായങ്ങളെ മാത്രം. പല ടീച്ചേഴ്സും ഇന്ന് അങ്ങനെയായിപ്പോയി. ഒരുപാട് ടീച്ചേഴ്സ് അങ്ങനെയായിപ്പോയി. തൻ്റെ അധ്യായങ്ങളെ മാത്രം അധ്യാപനം നടത്തും. അധ്യായത്തിൻ്റെ വേറെയാണ്, ഇത് വേറെയാണെങ്കിൽ പോലും തൻ്റെ അധ്യായങ്ങളെ അധ്യാപനം നടത്തുന്നവനാണ്, അഥവാ അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവനാണ് എന്നത് കറക്റ്റ്. പക്ഷേ ആരാണ് ആചാര്യൻ? ആചാര്യൻ എന്ന വാക്കിന്റെ അർത്ഥം താൻ പറയുന്ന കാര്യങ്ങളെ തന്റെ ജീവിതത്തിൽ ആചരിക്കുന്നവന്റെ പേരാണ് ആചാര്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താൻ പറയുന്നത് എന്താണോ ആ മൂല്യങ്ങളെ തന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവനെയാണ് ആചാര്യ എന്ന് പറയുന്നത്. ഇത് ഫിലോസഫിക്കൽ ഇന്റർപ്രിട്ടേഷനാണ്. ആ ഒരു ആചാര്യനായി നമ്മൾ മാറണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരു പക്ഷേ കഥ ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു എന്ന് പറയപ്പെടുന്നു, അതല്ല ഗാന്ധിജിയാണെന്ന് പറയപ്പെടുന്നു, അതല്ല സാക്ഷാൽ ശ്രീബുദ്ധനാണെന്ന് പറയപ്പെടുന്നു. കഥ ആരുടേതുമാകട്ടെ, ഒരു കുട്ടിയെയും കൊണ്ട് അമ്മ ഈ ഗുരുജിയുടെ അടുക്കൽ പോകുന്നു. കുട്ടി നന്നായി മധുരം കഴിക്കുന്നത് കൊണ്ട്, കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മധുരം കഴിക്കുന്നത് കൊണ്ട് കുട്ടിയെ ഉപദേശിക്കണമെന്ന് ആചാര്യനോട് പറയുന്നു. ആചാര്യൻ അപ്പോൾ തലയിൽ തലോടിക്കൊണ്ട് അടുത്ത ആഴ്ച വന്നോളൂ, ഞാൻ പറയാമെന്ന് പറയുന്നു. അടുത്ത ആഴ്ച നല്ലൊരു ഉപദേശമുണ്ടാകുമെന്ന് വിചാരിച്ച് ആ അമ്മ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു. പിറ്റത്തെ ആഴ്ച വന്നിട്ട് ഈ ഗുരുവിനോട് വീണ്ടും പറയുന്നു, ഗുരുവെ ഒന്ന് ഉപദേശിക്കണം, ഇവൻ നന്നായി മധുരം കഴിക്കുന്നു. അപ്പൊ വീണ്ടും തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, മോനെ ഇന്നു മുതൽ നീ മധുരം കഴിക്കരുത് എന്ന്. ആ സമയത്ത് ഈ അമ്മക്ക് അരിശം വരുന്നു. വേറെ ഉപദേശമൊന്നുമില്ല. ഈ വാക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ പോരായിരുന്നോ എന്നതാണ് ചോദ്യം. ഈ വാക്ക് കൃത്യമായി കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ മതിയായിരുന്നു. ഇത്രയും പ്രാവശ്യം ഒരുപാട് കാത്തിരിപ്പിന് ശേഷം വീണ്ടും വരണമായിരുന്നോ എന്ന മൗനമായ ചോദ്യത്തിന്റെ ഉത്തരം ആ ഗുരു കൊടുത്തില്ല. ഇറങ്ങിപ്പോരുന്ന സമയത്ത് വഴിയോരത്ത് നിൽക്കുന്ന ഒരു പാവം സേവകൻ അദ്ദേഹത്തോട് അരിശത്തോടു കൂടി പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച വന്നപ്പോ ഉപദേശിക്കാമെന്ന് പറഞ്ഞിട്ട് ആകെ പറഞ്ഞത് ഇന്നു മുതൽ നീ മധുരം കഴിക്കരുത് എന്നാണ്. ആ സേവകൻ കൊടുത്ത മറുപടി, നിങ്ങളാണോ ആ ആൾ എന്നതാണ്. ഓ, ആ ആൾ നിങ്ങളാണോ? ആ ആളോ? ഏതാൾ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കാണ്, ഞാനാണ് ഈ ഗുരുനാഥന് എന്നും പലഹാരങ്ങളൊക്കെ കൊടുക്കുന്ന ആള്. അദ്ദേഹം നന്നായി മധുരം കഴിച്ചിരുന്ന ആളായിരുന്നു. പക്ഷെ ഒരു ആഴ്ചയായിട്ട് ഇങ്ങനെ മധുരം കുറച്ച് കുറച്ച് വന്നിട്ട് എന്നോട് പറയായിരുന്നു, എനിക്ക് അടുത്ത ആഴ്ച ഒരു കുട്ടിയെ ഉപദേശിക്കാനുണ്ട്, അതിന് ഞാൻ ആദ്യം മധുരം നിർത്തണമെന്ന്. ആ ആള് നിങ്ങളാണോ എന്നാണ്. അതാണ് ടീച്ചറും ആചാര്യനും തമ്മിലുള്ള വ്യത്യാസം. താൻ പറയുന്ന മൂല്യങ്ങളെ അഥവാ തന്റെ ജീവിതത്തിൽ പകർത്തിക്കൊടുക്കുന്നവന്റെ പേരാണ് സത്യത്തിൽ ആചാര്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇരിക്കുന്ന ഓരോ കുട്ടികളും, ഇവിടെ വുമൻസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ആചാര്യന്മാരാണ്. ആചാര്യൻ പിന്നെ ഗുരുനാഥനായി മാറും. ആ ഗുരുനാഥനും ആചാര്യനും തമ്മിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണ്? ഗുശബ്ദം അന്ധകാരം താൻ, രുശബ്ദം തൻ നിരോധകമെന്നാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഒരു പക്ഷേ. ഗു എന്ന് പറയുന്ന ശബ്ദം അന്ധകാരമാണ്, രു എന്ന് പറയുന്ന ശബ്ദം അതിന് നിരോധകമാണ് എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? ഹെർമൻ ഹെസ്സെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഹെർമൻ ഹെസ്സയുടെ പുസ്തകം വായിച്ചവരെന്ന് കൈപ്പൊക്കിയാട്ടെ. ഞാൻ ടീച്ചേഴ്സിനോടാണ് ചോദിക്കണേ. അവരവന്റെ സബ്ജക്റ്റ് മാത്രം വായിച്ചാൽ പോരാ. ലോകത്തിലെ ഒരുപാട് ജ്ഞാനത്തിന്റെ ഉറവിടങ്ങളുണ്ട്. അത് മുഴുവനും നമ്മൾ വായിച്ചിരിക്കണം. ബിക്കോസ് വി ആർ ടീച്ചേഴ്സ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു നമുക്ക് എന്റെ സബ്ജക്റ്റ് പഠിച്ചാൽ പോരെ, നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് പഠിച്ചാൽ പോരെ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. പോരാ. അപ്പുറത്തിരിക്കുന്ന കുട്ടി അഗസ്റ്റിക് ഹംസെ ഈസ് എ ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് പഠിക്കുമ്പോൾ, ഇപ്പുറത്തെ എക്കണോമിക്സിലെ ടീച്ചർ, എക്കണോമിക്സിന്റെ ഫാദർ ആര്? ആഡം സ്മിത്ത് ആണെന്ന് പഠിക്കുമ്പോൾ, അപ്പുറത്തെ കുട്ടി ജിയോഫ്രിൻ ചോസർ ഇസ് ദ മോഡേൺ ഇംഗ്ലീഷ് ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് എന്ന് പഠിക്കുമ്പോൾ,
ഓരോ കുട്ടിയുടെയും, അല്ലെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ഈസ് എ ഫാദർ ഓഫ് സൈക്കോളജി എന്ന് സൈക്കോളജിസ്റ്റുകൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ സൈക്കോളജി വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ, ഈ ജനറൽ ആയിട്ടുള്ള എല്ലാ എഡ്യൂക്കേഷനും ഉണ്ടാകേണ്ടുന്ന ആളുകളുടെ പേര് കൂടിയാണ് അധ്യാപകൻ. ഞാൻ ഒന്നും കൂടി പറയുന്നു, അപ്പുറത്ത് ചിലപ്പോൾ ഇരിക്കുന്നത് വേറെ സെഗ്മെന്റ് കുട്ടികളായിരിക്കാം. പക്ഷെ ആ കുട്ടികൾക്കിടയിൽ ഒരു വല്ലാത്തൊരു സ്വാധീനം നമുക്കുണ്ടാകണമെങ്കിൽ അവരുടെ സബ്ജക്റ്റ് കൂടി നമ്മൾ അറിഞ്ഞേ പറ്റൂ. നമ്മൾ ഹിസ്റ്ററി പഠിക്കാത്ത കുട്ടിയായിരിക്കാം ഒരു പക്ഷേ, ചിലപ്പോൾ ലിറ്ററേച്ചർ വിദ്യാർത്ഥിയായിരിക്കാം. ലിറ്ററേച്ചർ വിദ്യാർത്ഥി കാര്യമായിട്ട് പഠിക്കുന്നത് ട്രാജഡിയും കോമഡിയും, കോമിക് ട്രാജഡിയും ട്രാജിക് കോമഡിയുമാണ്. ഷേക്സ്പിയറിന്റെ ഗഥയുടെ, ലിയോ ടോൾസ്റ്റോയുടെ, വില്യം വേർഡ്സ്വർത്തിന്റെ, കീറ്റ്സിന്റെ, ഷെല്ലിയുടെ ഗഥയുടെ ഒരുപാട് നോവലുകളാണ് നമ്മൾ പഠിക്കുന്നത്. ആ പഠിത്തത്തിൽ നിന്ന് മാറിയിട്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ആ ഷേക്സ്പിയറിന്റെ എല്ലാം പഠിക്കുമ്പോഴും, ഈ എഴുത്തുകാരുടെ മുഴുവൻ നമ്മൾ പഠിക്കുമ്പോഴും സോഷ്യോളജിയിലേക്ക് ഒരു എത്തിനോട്ടം നടത്തണം. സാറേ, ഞങ്ങൾ TTC ആണ്, ഞങ്ങൾ PPTTC ആണ് എന്നൊന്നും നിങ്ങൾ പറഞ്ഞേക്കരുത്. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ കൊളാബറേറ്റീവ് എഡ്യൂക്കേഷൻ വരാൻ പോകുന്നു. AI കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഞാൻ ഒന്നും കൂടി പറയാം, ഒരു സബ്ജക്റ്റ് ഒരു ടീച്ചർ കൈകാര്യം ചെയ്യുന്നു എന്നത് മാറി ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ കൈകാര്യം ചെയ്യുന്ന ടീച്ചേഴ്സിന് ആവശ്യമുള്ള കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് കൊളാബറേറ്റീവ് എഡ്യൂക്കേഷൻ, കൊളാബറേഷൻ. ആ കൊളാബറേഷൻ AI എത്ര വരെ വരുന്നു എന്നറിയോ നമുക്ക്? ഗുരുവിന്റെ അർത്ഥം പറഞ്ഞ് ഞാൻ അതിലേക്ക് പോകാം. അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുന്നവന്റെ പേരാണ് ഗുരു. ഹെർമൻ ഹെസയുടെ ഒരു പുസ്തകമുണ്ട്. ഹെർമൻ ഹെസയുടെ പുസ്തകത്തിന്റെ പേര് സിദ്ധാർത്ഥ എന്നാണ്. എന്താ സിദ്ധാർത്ഥ എന്ന പുസ്തകത്തിന്റെ ഉറവിടം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഫാക്ട് എന്താണ്? സിഗ്മണ്ട് എന്ന് പറയുന്ന ആളുകൾ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ എന്ന് പറയുന്നത് ഹെർമൻ ഹെസയുടെ പുസ്തകം. അതിൽ ശ്രീബുദ്ധനെ കുറിച്ചാണ് പറയുന്നത്. ദ ടീച്ചിങ് പെഡഗോഗിയിൽ രണ്ടുപേരെ ലോകത്തിൽ നിങ്ങൾ പഠിച്ചേ പറ്റൂ. ടീച്ചിങ് ഓഫ് ബുദ്ധ ആൻഡ് ടീച്ചിങ് ഓഫ് ഇമാം ഗസാലി. ഞാൻ വീണ്ടും പറയുന്നു, ഫിലോസഫേഴ്സ് മുഴുവൻ പഠിക്കുന്ന രണ്ട് ടീച്ചേഴ്സാണ് ടീച്ചിങ് ഓഫ് ബുദ്ധ ആൻഡ് ടീച്ചിങ് ഓഫ് ഇമാം ഗസാലി. കാരണം രണ്ടുപേരും സംവേദനം നടത്തിയത് രണ്ട് കമ്മ്യൂണിറ്റിയോടാണെങ്കിലും അവരെ മുഴുവനും എടുത്തുയർത്താൻ കപ്പാസിറ്റിയുള്ള, കേപ്പബിലിറ്റിയുള്ള ആളുകളായിരുന്നു അവര്. ഇതൊരു പ്രസംഗം പോലെ നിങ്ങൾ കേട്ടുപോകരുത്. ഞാൻ ചില ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരാം. നമ്മളെല്ലാവരും ടീച്ചേഴ്സ് ആയതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളോടും പറയുന്നു, ഗുരു എന്ന് പറയുമ്പോൾ അന്ധകാരത്തെ, ഗുശബ്ദം അന്ധകാരം താൻ, ശബ്ദം തൻ നിരോധകം. ഗുരു എന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ടക്ഷരമാണ്. ഒന്ന് ഗു, അത് അന്ധകാരം നിറഞ്ഞതാണ്. രു, അതിന് നിരോധകമാണ്. ശ്രീബുദ്ധൻ അവസാനം തന്റെ ഹെർമൻ ഹെസയുടെ പുസ്തകത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശ്രീബുദ്ധനെ കുറിച്ചാണ് ആ പുസ്തകം. ശ്രീബുദ്ധന്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥ എന്നാണ്. അതുകൊണ്ടാണ് സിദ്ധാർത്ഥ എന്ന പുസ്തകത്തിന് പേര് കൊടുത്തത്. ആ സിദ്ധാർത്ഥ പുസ്തകത്തിന്റെ അവസാനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബുദ്ധൻ ചോദിക്കുന്നു ആരോട്? സിദ്ധാർത്ഥനോട്. സിദ്ധാർത്ഥ, ഞാനാണോ ഗുരു അതോ നീയാണോ ഗുരു? ഞാനാണോ ഗുരു അതോ നീയാണോ ഗുരു? അപ്പൊ സിദ്ധാർത്ഥൻ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. എന്ന് വെച്ചാൽ ഇന്നലെയോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഇന്നിനോട് കൊടുക്കുന്ന മറുപടി പറഞ്ഞു മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഇന്നലെയോട് ചോദിക്കുമ്പോൾ ഇന്നിനോട് കൊടുക്കുന്ന മറുപടി. സിദ്ധാർത്ഥനും ബുദ്ധനും ഒരാളാണ്, രണ്ടാളല്ല. അതുകൊണ്ട് തന്റെ അന്ത്യയാമത്തിൽ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ശ്രീബുദ്ധൻ ചോദിക്കുന്ന ചോദ്യമാണ്, സിദ്ധാർത്ഥ അഥവാ എന്റെ കുട്ടിക്കാലമേ, നീയാണോ ഗുരു അതോ ഞാനാണോ ഗുരു? അതിൽ സിദ്ധാർത്ഥൻ കൊടുക്കുന്ന മറുപടിയാണ്, നീയാണ് ഗു, ഞാനാണ് രു, നമ്മൾ രണ്ടും ചേർന്നാൽ ഗുരു എന്നാണ്. നീയാണ്, ഞാനാണ് ഗു, നീയാണ് രു, നമ്മൾ രണ്ടും ചേർന്നാൽ ഗുരു. അഥവാ ഞാൻ അന്ധകാരമായിരുന്നു സിദ്ധാർത്ഥൻ, അവിടെ നിന്നെല്ലാം പോയി നിങ്ങൾ പിന്നെ വെളിച്ചം വീശുന്ന ഒരു മഹാ വ്യക്തിത്വമായി മാറി. അതുകൊണ്ട് നിങ്ങൾ രുശബ്ദമാണ്, അഥവാ നിരോധകമാണ്, വെളിച്ചത്തെ കൊണ്ടുവരുന്ന, ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്യുന്നവനാണ്. അപ്പൊ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ കേവലം ടീച്ചിങ് പ്രോസസ് മാത്രം നടത്തുന്നവനാണ്. അങ്ങനത്തെ ഒരു ടീച്ചേഴ്സിന് ഇനിയുള്ള കാലത്തിൽ ആവശ്യമില്ല. പിന്നെയോ ഏത് AI വന്നാലും, ഏത് ലോകം കീഴടക്കിയാലും മനുഷ്യന്റെ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നതിന് മനുഷ്യൻ തന്നെ വേണം. ഹ്യൂമാനിറ്റേറിയൻ ആംഗിളിന് മനുഷ്യൻ തന്നെ വേണം. അതുകൊണ്ട് ടീച്ചേഴ്സ് ഒരിക്കലും നിലക്കാത്ത പ്രവാഹമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കരിയർ ഏതാണെന്നറിയോ? അതിനി 10,000 ഒന്നും തരില്ല, അതൊന്നും ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. ഈ ലോകത്തിലെ ബെസ്റ്റ് കരിയർ ഏതാ? എഞ്ചിനീയറിംഗ്, ടീച്ചിങ്, ഡോക്ടേഴ്സ്, കളക്ടേഴ്സ്, അല്ലേ? ടീച്ചിങ്. ഈ ലോകത്തെ ബെസ്റ്റ് പ്രൊഫഷൻ ഏതാണെന്നറിയോ? ടീച്ചിങ് അതിൻ്റെ ഒരു മിനിയേച്ചർ പതിപ്പാണ്. ടീച്ചർ ഒരു സാധനം ആകുമ്പോഴാണ് ആ പൊസിഷനിലേക്ക് എത്തുള്ളൂ. ആര്? പാരന്റ്? നോ.
ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് പ്രൊഫഷൻ. നിങ്ങളൊന്ന് ചിന്തിക്കണേ, ഒന്ന് പറയാൻ പറ്റുമോ? ആ വാക്ക് അങ്ങനെ തന്നെ പറയുന്നവർക്ക് 1000 രൂപ തരാം. പറയുന്നവർക്ക് എല്ലാവർക്കും ഇല്ല കേട്ടോ, ഫസ്റ്റ് പറയുന്നവർക്ക്. അല്ലെങ്കിൽ ഇവിടെ ഞാൻ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണ്ട്. എങ്ങനെ? ആര്? ആചാര്യ? മാതാവോ? സയന്റിസ്റ്റ്? ആചാര്യൻ? നോ. ഈ ലോകത്തിലെ നമ്പർ 1 പ്രൊഫഷൻ നിങ്ങൾ എങ്ങനെ സെർച്ച് ചെയ്താലും ഒന്നേ കിട്ടൂ: സോഷ്യൽ റിഫോമർ. സമൂഹത്തെ എടുത്ത് ഉദ്ധരിക്കുന്നവൻ, സമൂഹത്തെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നവൻ, അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കരിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ടീച്ചർക്കാണ് ഏറ്റവും കൂടുതൽ അതാകാനുള്ള സാധ്യത. പക്ഷേ തൻ്റെ സബ്ജക്റ്റിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ അയാൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നില്ല. കാരണം അവൻ സബ്ജക്റ്റ് മാത്രം പഠിപ്പിക്കുന്ന ആളായി മാറി. നേരെ മറിച്ച് ഇപ്പൊ കേരളക്കരയിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകാം. കേരളത്തിലെ എന്നത്തെയും മാഷ് എന്ന് വിളിച്ചിരുന്ന ഒരു ഗുരുനാഥനുണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ, നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ സുകുമാർ അഴീക്കോട് എന്നാണ്. അഴീക്കോട് മാഷ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. അഴീക്കോട് മാഷ് ബികോമിൽ 1ാം റാങ്കുകാരനാണ്. അദ്ദേഹം ആകേണ്ടിയിരുന്നത് അക്കൗണ്ടൻസിയിലെ എന്തെങ്കിലും ഒരു സാധനമായിരുന്നു. ഫിനാൻഷ്യൽ അനലിസ്റ്റോ അല്ലെങ്കിൽ ആ ലെവലിലെ CA കാരനോ ഒക്കെ ആകണമായിരുന്നു. പക്ഷെ അദ്ദേഹം തന്റെ ഫസ്റ്റ് റാങ്ക് വെട്ടിയിട്ട്, അഥവാ ആ ഒരു സർട്ടിഫിക്കേഷൻ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെയും BA മലയാളം ചെയ്ത ആളാണ്, പിന്നെ MA മലയാളം, പിന്നെ സാൻസ്ക്രിറ്റ്, ഇങ്ങനെ ഏറ്റവും വലിയ പതിപ്പിലേക്ക് പോയിട്ട് അവസാനം സ്റ്റേജിലും പേജിലും നിറഞ്ഞു നിന്ന മനുഷ്യനായത് അഴീക്കോട് മാഷ് എന്ന പ്രയോഗമായിരുന്നു. മാഷ എന്ന പ്രയോഗമാണ്. ഈ മാഷ എന്ന പ്രയോഗം എങ്ങനെ വന്നതാണെന്നറിയാം? എന്താ നിങ്ങൾ പറയാത്തെ? മാഷെ എന്ന് നമ്മൾ പറയില്ലേ, മാഷെ എന്ന് വിളിക്കൂല. എന്നെ സ്റ്റുഡൻസ് ഒക്കെ മാഷെ എന്ന് വിളിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് മാഷെ എന്നാണ്. അതൊരു പേരിന്റെ ഷോർട്ടാണ്. എന്താന്ന് പറയാൻ പറ്റുമോ? അല്ലേ? സമയമില്ലാത്തതുകൊണ്ട് കുറെ ചോദിക്കാൻ പറ്റുന്നില്ല. മഹർഷെ എന്ന വാക്കിന്റെ ചുരുക്കപ്പേരാണ് മാഷെ. മഹർഷെ എന്ന് പറയുന്ന, അഥവാ ജ്ഞാനവിദ്വാനെ എന്ന് വിളിക്കുന്നതിന്റെ പകരപ്പേരാണ് മഹർഷെ എന്നതിന്റെ ഷോർട്ട് ഫോം മാഷെ. അല്ലാതെ മാഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കഞ്ഞി എന്നൊരർത്ഥം ഉണ്ടല്ലേ സാറേ? ഇതാ അവിടെ സാറുമാരിക്കുന്നത്. ആ കഞ്ഞിയല്ല. ഇന്ന് പല അധ്യാപകരും കഞ്ഞിയായി മാറുകയാണ്. ഇന്ന് പല അധ്യാപകർ ആരായി മാറുകയാണ്? കഞ്ഞിയായിട്ട് മാറുകയാണ്. പകരം നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കുട്ടികളെ അതിമനോഹരമായി വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നൊരു നവീകാരകനായി, നവോത്ഥാന പ്രക്രിയയുടെ ആളായി മാറുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ലോകം കണ്ട ഏറ്റവും വലിയ അധ്യാപകനാകുന്നത്. അപ്പൊ ഓരോരുത്തർക്കും എത്ര സ്റ്റാൻഡിലേക്ക് എത്താൻ പറ്റുമോ, എത്ര ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുമോ, അതാണ് നമ്മുടെ വിധാനം. അതാണ് നമ്മുടെ വിധാനം. അങ്ങനെ ആയിട്ടുണ്ട് പലരും. പലരും നമ്മൾ വിലയിരുത്തും. ഇവിടെ പെൺകുട്ടികളാണ് എല്ലാവരും, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പലരും നമ്മൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? കാരണം വിലയിരുത്തല് പാടെ നഷ്ടപ്പെടുന്നത് ആദ്യം രക്ഷിതാക്കളുടെ കയ്യിലാണ്. നമ്മളെല്ലാവരും രക്ഷിതാക്കളുമാണല്ലോ. രക്ഷിതാക്കളുടെ കരങ്ങളിലാണ് കുട്ടിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ ആദ്യം പൊട്ടിപ്പുറപ്പെടുന്നത്. അഥവാ ഫെയിൽഡ് ആകുന്നത് അവിടെയാണ്. അവിടുന്ന് ജന്മമെടുക്കുന്നു, ഫെയിലിയർ ആകുന്നതും അവിടെയാണ്. അമ്മ വിരൽ ചൂണ്ടിട്ട് പറയും നിന്നെ കൊണ്ടൊന്നിനും പറ്റൂല. അച്ഛൻ വിരൽ ചൂണ്ടിട്ട് പറയും നീ എന്തേ ഇങ്ങനെയായിപ്പോയേ. എല്ലാ അച്ഛന്മാരുടെയും ഈ ലോകത്തിൽ വിലയിരുത്താൻ, എല്ലാറ്റിനെ വിലയിരുത്താനും പറ്റും. നിങ്ങൾക്കൊരു ഫ്ലൈറ്റിനെ വിലയിരുത്താം. നിങ്ങൾക്ക് റോക്കറ്റിനെ വിലയിരുത്താം. നിങ്ങൾക്ക് ലോകത്തിന്റെ സഞ്ചാരപഥം തീർത്തിട്ടുള്ള ആകാശഗംഗയിലേക്കുള്ള യാത്ര, ആ യാത്രയിൽ പുറപ്പെട്ടിട്ടുള്ള, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ട ശ്രീമതി ശ്വേതാമേനോട് പറയായിരുന്നു, നിങ്ങൾ താരസംഘടനയിലെ പെൺകുട്ടികളെയും കൂട്ടിയിട്ട് ബഹിരാകാശ സഞ്ചാരം നടത്തണമെന്ന്. അപ്പോഴാണ് താരങ്ങളിലേക്ക് എന്ന ഡൗട്ട് ഫുൾ ഇല്ലാത്ത ഒരു സെറ്റിൽമെന്റിലേക്ക് അല്ലെങ്കിൽ ഒരു സെന്റൻസിലേക്ക് നിങ്ങൾ എത്തുകയെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള പേടകത്തെയും നമുക്ക് വിലയിരുത്താം. ഈ ലോകത്തിൽ വേഗതയെ വിലയിരുത്താം. ഈ ലോകത്തിൽ ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരാളെ ഉള്ളൂ. അവന്റെ പേരാണ് ഹ്യൂമൻ, അഥവാ മനുഷ്യനെന്ന്. ഞാൻ വെറുതെ പറയുന്നതല്ല. മനുഷ്യരെ വിലയിരുത്താൻ ആർക്കും കഴിയില്ല. അവൻ എവിടെ എത്തുമെന്നും ആർക്കും അറിയില്ല. അത്ര ശക്തനാണ് മനുഷ്യൻ, അത്ര ശക്തനാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടിയും അങ്ങനെ. ഒരു പാവം കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി ക്ലാസ് റൂമിൽ ബെസ്റ്റ് അല്ലാത്തതിന്റെ പേരിൽ, ക്ലാസ് റൂമിൽ നിന്നിട്ടൊന്ന് 2 വാക്ക് പറഞ്ഞാൽ പറയാത്തതിന്റെ പേര്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +2 കഴിഞ്ഞാലും ഒരിക്കൽ പോലും, ഇപ്പൊ ഇവിടെ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയ സദസ്സിൽ ഇങ്ങനെ മൈക്കിൽ നിൽക്കുന്നത് എന്ന്. +2 വരെ പഠിച്ചാലും ആളുകൾ അഭിസംബോധന ചെയ്യേണ്ടില്ലാത്ത
ഒരേ ഒരു സിലബസാണ് ഇന്ത്യൻ സിലബസ്. നിങ്ങൾ ക്ഷമിക്കണം ഞാൻ പറയുന്നത്. +2 വരെ പഠിച്ചാലും ഒരിക്കലും ആളുകളോട് 2 വാക്ക് പറയേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. കമ്പൽസറി ആയിട്ട് ആ ഒരു സിലബസ് ഒന്നും മാറ്റിയേ പറ്റൂ. മനുഷ്യന് ഏറ്റവും കൂടുതൽ ധൈര്യമുണ്ടാകുന്നത് ആളുകൾ അഭിസംബോധന ചെയ്യുമ്പോഴാണ്. അങ്ങനെ ക്ലാസ് റൂമിൽ UK എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആളുകളുടെ മുമ്പിൽ എപ്പോഴും അഭിസംബോധന ചെയ്യണം. നാളെ പഠിപ്പിക്കാനുള്ള സബ്ജക്റ്റിനെ ഇന്ന് പഠിച്ചു വന്നിട്ട് കുട്ടികൾ അവതരിപ്പിക്കണം. ആ അവതരണത്തിന് സിനാപ്സിസ് തയ്യാറാക്കണം. അതാണ് അവിടുത്തെ സിസ്റ്റം. ഇപ്പം എൻ്റെ മകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ആ സിസ്റ്റത്തിൽ പഠിച്ച കുട്ടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ നമ്മൾ പ്രസന്റേഷൻ മോഡിലൂടെ കടന്നു പോകണം. ആ പ്രസന്റേഷൻ മോഡ് എന്ന് പറയുന്നത് നമുക്കില്ലാതെ വരുമ്പോൾ വേറെ കുറെ കുഴപ്പങ്ങൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നുകൂടി, ഈ കാണുന്ന പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഇല്ലാത്തതിന്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് ആ കുട്ടി പിന്നീട് സങ്കടത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് വരുന്നു. ആ കുട്ടിയെ ഒന്നിനും പറ്റാത്തവനെന്ന് സ്വന്തം അച്ഛൻ പോലും വിധി എഴുതുന്നു. അവസാനം പിന്നീട് ഏറ്റവും വലിയ പ്രധാനമന്ത്രിയായി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി വിൻസ്റ്റൺ ചർച്ചിൽ മാറുമ്പോ ലോകത്തിലെ ഏറ്റവും പ്രമാദമായിട്ടുള്ള ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന 5 പ്രഭാഷകർ ഒരാളായി വിൻസ്റ്റൺ ചർച്ചിൽ മാറുന്നു. ക്ലാസ്സിൽ നിന്ന് ഒരക്ഷരം മിണ്ടാതെ പുറത്തിറങ്ങേണ്ടി വന്ന കുട്ടിയുടെ അവസ്ഥയാണത്. ഒരാളെയും നമ്മൾ വിലയിരുത്തരുത്. വിൻസ്റ്റൺ ചർച്ചിലിന്റെ പ്രഭാഷണം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ട് 22 രാജ്യത്തോട് നടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പ്രഭാഷണമാണ്. ഈ വിൻസ്റ്റൺ ചർച്ചിൽ പ്രസംഗം അറിയില്ല എന്ന് മാത്രമല്ല, ക്ലാസ് റൂമിൽ നിന്ന് ആളുകളോട് മിണ്ടാത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ പലപ്പോഴും നിരാകരിച്ചിരുന്നു വിൻസ്റ്റൺ ചർച്ചിലിനെ. ഇന്ന് ദ ബെസ്റ്റ് സ്പീക്കേഴ്സ് ഇൻ ദിസ് വേൾഡ് എന്ന് നിങ്ങൾ അടിച്ചു നോക്കിയാൽ അതിൽ ഒരാളുടെ പേര് വിൻസ്റ്റൺ ചർച്ചിൽ എന്നാണ്. കാരണം അദ്ദേഹം സംസാരം തുടങ്ങിയത് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറഞ്ഞിട്ടല്ല. 22 രാജ്യത്തിന്റെ പ്രതിനിധികളോട് അദ്ദേഹം സംസാരിച്ചത് ആദ്യത്തെ വാക്ക് തന്നെ എത്ര മാസ്മരികമായ പ്രയോഗം എന്നറിയോ? ആദ്യത്തെ വാക്ക് തന്നെ, വാർ ഈസ് ഓവർ ബട്ട് ബാറ്റിൽ ഫീൽഡ് റിമൈൻസ്. വാർ ഈസ് ഓവർ ബട്ട് ബാറ്റിൽ ഫീൽഡ് റിമൈൻസ്. യുദ്ധം കഴിഞ്ഞു, യുദ്ധഭൂമി ബാക്കി കിടക്കുന്നു. ഇത് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതുകൊണ്ട് ലോകത്തിലെ മാസ്മരിക പ്രഭാഷകനായി, മാസ്മരികമായ വ്യക്തിത്വമായി, ലോകം കണ്ട ഏറ്റവും വലിയ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി അദ്ദേഹം മാറുമ്പോഴാണ് വിലയിരുത്തപ്പെട്ട അധ്യാപകരെല്ലാവരും പുറത്തേക്ക് നോക്കുന്നത്. വിലയിരുത്തപ്പെട്ട അധ്യാപകരുണ്ടല്ലോ, അല്ലെങ്കിൽ ആ കുട്ടിയെ വിലയിരുത്തിയവരുണ്ടല്ലോ, അവർ എന്നേക്കുമായി ചവറ്റുകൊട്ടയിലേക്ക് ആപ്പതിച്ചു പോകുന്നത് വിൻസ്റ്റൺ ചർച്ചിലാകുമ്പോഴാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു കുട്ടിയെയും നമ്മൾ ഒരിക്കലും എന്താക്കരുത്, നെഗറ്റീവായി വിധി എഴുതരുത്. അവൻ എത്ര മാർക്കില്ലെങ്കിൽ പോലും, അവൻ ഒന്നിനും പറ്റാത്തവനാണെങ്കിൽ പോലും. കാരണം ആ വിലയിരുത്തുകൾ തെറ്റായി പോകും. നമ്മൾ വിലയിരുത്തുന്നത് തെറ്റായി പോകും. ഇങ്ങനെ എത്രയോ ആളുകളുണ്ട്, നമുക്കറിയാവുന്ന ആളുകൾ തന്നെ. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒന്നിനും പറ്റാത്തതിന്റെ പേരിൽ, കുട പോലും ഇല്ലാത്തതിന്റെ പേരിൽ, ഒരു പാവം വെളുത്ത കുട്ടിയുടെ കുടയിൽ നിന്നതിന്റെ പേരിൽ അവനൊന്ന് തള്ളി. ചരിത്രം നമ്മൾ വായിക്കണം. ആരും ശ്രദ്ധിക്കാത്ത മോനാണ്. വെള്ളക്കുട്ടികൾക്കിടയിലൂടെ നടക്കുന്നതിന്റെ പേരിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടായി. അവനെ പരിഗണിച്ചില്ല വെളുത്ത കുട്ടികൾ. പക്ഷേ ഒരു ദിവസം മഴയത്ത് ഒലിച്ചു പോകുന്ന ഈ നീർത്തുള്ളികളുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ചാലുകളുണ്ടല്ലോ, അതിലൂടെ നടന്നു പോകുമ്പോ മഴ വല്ലാണ്ട് ഉഗ്രമായപ്പോ ഒരു കുട്ടിയുടെ കൊടയിലേക്ക് മെല്ലെ ഒന്ന് നിന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്യൂ നടക്കുന്ന സമയമായതുകൊണ്ട് ഈ കുട്ടിയെ പിടിച്ച് തള്ളി വെള്ളക്കാരൻ കുട്ടികൾ. ആ സമയത്ത് അദ്ദേഹം ആ ചളിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് വെള്ളക്കാരൻ കുട്ടിയെ ഒരു അടിയടിച്ചു. സ്കൂള് ശ്രദ്ധിക്കാത്ത മോനാണ്, സ്കൂളിൽ ഒരക്ഷരവും അറിയാത്ത മോനാണ്. ഒരടിയടിച്ചു. ആ അടിച്ചതിന്റെ പേരിൽ വെള്ളക്കാരൻ കുട്ടികൾ എല്ലാവരും കൂടി കറുത്ത കുട്ടിയെ ചളിയിലിട്ടിട്ട് അമർത്തി. അവരിൽ നിന്ന് കുതറി ഓടി പാവം ഈ കറുത്ത കുട്ടി. അവന്റെ പേര് ആഷസ് എന്നായിരുന്നു. ആ ഓട്ടത്തിൽ അവൻ ആ മഴയെ സാക്ഷിയാക്കിയിട്ട് നിർബന്ധപൂർവ്വം ചിന്തിച്ചതാണ്, വെള്ളക്കാരെയും ലോകത്തിലെ എല്ലാവരെയും ഇടിക്കൂട്ടിൽ വെച്ച് തകർക്കുന്ന ഒരു മനുഷ്യനായി മാറണമെന്ന്. ഒരു നിമിഷത്തെ തീരുമാനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇടിവീരൻ ആര് എന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയുള്ളൂ, ആഷസ് ക്ലേ എന്ന മുഹമ്മദ് അലി ക്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ ബോക്സിംഗ് ഇതിഹാസ താരമായി അദ്ദേഹം മാറുമ്പോ സ്കൂളിലെ അധ്യാപകർ വിധി എഴുതിയ കുട്ടിയെ അല്ലായിരുന്നു ആ കുട്ടി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടിയെയും നമ്മൾ വിലയിരുത്തരുത്. ഇന്ന് ദീപശിഖ കൊളുത്താൻ വേണ്ടി പിന്നീട് കാലങ്ങളോളം ഏത് വലിയ ലോക ഒളിമ്പിക്സ് വരുമ്പോഴും ദീപശിഖ കൊളുത്താൻ വേണ്ടിയിട്ട് വിറച്ച കൈകളോടെ, പിന്നീട് അദ്ദേഹത്തിന് കൈയുടെ വിറയുടെ രോഗം വന്നെങ്കിലും വിറച്ച കൈകളോടെ ദീപശിഖ കൊളുത്തിയിരുന്നത് ഈ ആഷസ് ക്ലേ എന്ന മുഹമ്മദ് അലി ക്ലേ ആയിരുന്നു. ടീച്ചർമാരുടെ വിലയിരുത്തലാണ് അവിടെ തെറ്റിപ്പോയത്. കുട്ടികളുടെ വിലയിരുത്തലാണ് അവിടെ തെറ്റിപ്പോയത്. ഇങ്ങനെ എത്രയെത്ര കഥകൾ. ഇതൊക്കെ കഥകളല്ല, നമ്മുടെ ഇൻസ്പിരേഷനാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാർത്ഥിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, വിമ എന്ന് പറയുന്ന പെൺകുട്ടി. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഞാൻ നേരത്തെ ചുരുക്കി പറഞ്ഞു, ഒന്നും കൂടി പറയാൻ എനിക്ക് തോന്നുകയാണ്. ആ കുട്ടിയുടെ ഏറ്റവും വലിയ കാര്യം എന്തെന്നറിയോ? ഒരിക്കൽ ഓടുന്ന സമയത്ത് ഗാലറിയിൽ നിന്നിട്ട് അമ്മ കരയുന്നുണ്ട്. കാരണം 16 പേരെ ഓടിച്ചപ്പോൾ ട്രാക്ക് മാറ്റിച്ചിട്ട് നിനക്ക് ഓടാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്, മത്സരമൊന്നുമല്ല, ആ ട്രെയിനർ എന്ത് ചെയ്തു, ആ സൈഡിലേക്ക് മാറ്റി. എന്നിട്ട് ആ വടിയും കൊണ്ട് കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഓടുന്നത് കണ്ട് ഗാലറിയിൽ ഇരുന്നിട്ട് അമ്മ കരഞ്ഞിട്ടുണ്ട്. ചരിത്രം നമ്മൾ പരിശോധിക്കും. എന്നിട്ട് ആ കുട്ടി പിന്നീട് എന്നും 16ാമതായിട്ട് പൂർത്തിയാക്കും. അപ്പോഴേക്കും മറ്റുള്ളവർ 2 or 3 ഗ്രൗണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ടാവും. പക്ഷേ വടിയും കുത്തിപ്പിടിച്ചിട്ട് പോളിയോക്കാരിയായിട്ട് ഓടുമ്പോഴും എന്നെങ്കിലും ഞാനൊരു ഓട്ടക്കാരിയാകുമെന്നൊരു ചിന്തയുണ്ടായിരുന്ന കുട്ടിക്ക് അന്ന് സമൂഹം വിലയിരുത്തിയത്, അയൽപ്പക്കക്കാർ വിലയിരുത്തിയത്, അധ്യാപകർ വിലയിരുത്തിയത് ഒന്നിനും പറ്റാത്ത കുട്ടി എന്നാണ്. ഇന്ന് പോയിട്ട് നിങ്ങൾ ഈ പറയുന്ന റുഡോൾഫിനെ അഥവാ വിമ റുഡോൾഫിനെ നിങ്ങളൊന്ന് പഠിക്കണം. അവര് ഓടി ഓടി എത്തിയത് ലോകത്തിലെ ഏറ്റവും ടോപ്പ് ഒളിമ്പിക്സിൽ ഇന്നേ വരെ ഒരു പെൺകുട്ടിയും 3 മെഡൽ ഒരു ദിവസത്തിൽ എടുത്തിട്ടില്ല. 100 മീറ്ററിൽ ഫസ്റ്റ്, 200 മീറ്ററിൽ ഫസ്റ്റ്, 400 മീറ്ററിൽ ഫസ്റ്റ്, ഇങ്ങനെ 3 മെഡൽ ഒന്നിച്ചെടുത്ത പെൺകുട്ടിയുടെ പേര് കൂടിയാണ് വിമ എന്നുള്ള പേര് നമ്മൾ പഠിക്കണം, വിമ റുഡോൾഫ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? സമയമില്ലാത്തത് കൊണ്ടാണ് ഗൗരവമേറി ഇങ്ങനെ പറഞ്ഞോട്ട് പോകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ട്രെയിനർക്ക് പോലുമുള്ള വിലയിരുത്തൽ തെറ്റിപ്പോയിരുന്നു എന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കുട്ടികളെ പ്രെഡിക്റ്റ് ചെയ്യരുത്, ഇവൻ ഇങ്ങനെയാകും അവൻ അങ്ങനെയാകുമെന്ന്. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓരോ കുട്ടിയും അവരുടെ ലോകത്തിലെ ചക്രവർത്തിമാരാണ്. നിങ്ങളത് ഓൺലൈനിലൂടെ പഠിപ്പിച്ചാലും ശരി, അല്ലെങ്കിലും ശരി. ഇനി ഓൺലൈൻ്റെ കാലഘട്ടമാണ്. ഇനി ഓൺലൈൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കേവലം ഓൺലൈൻ അല്ല കേട്ടോ, അതും കൂടി പറയാം. AI ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? AI എത്തി നിൽക്കുന്നത് ഒരു കുട്ടിയുടെ ഡയമെൻഷൻ. എന്താ ഡയമെൻഷൻ? തിങ്കിങ്ങിന് ഡയമെൻഷൻ ഉണ്ട്. ഇപ്പൊ നമുക്കൊക്കെ മാക്സിമം സിംഗിൾ ഡയമെൻഷനിലെ ചിന്തിക്കാൻ പറ്റൂ, സിംഗിൾ ഡയമെൻഷൻ. ഈ അടുത്തിടെ നമ്മുടെ പിന്നെ ബഹിരാകാശ സഞ്ചാരത്തിന്റെ കേന്ദ്രമായിട്ടുള്ള അതിന്റെ റിസർച്ച് സെന്ററിന്റെ ചീഫായിട്ടുള്ള ആളുടെ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യനൊരിക്കലും ആകാശ ലോകങ്ങളെ കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല. ആരാ പറയുന്നത്? ഇന്ത്യയിലെ ഇന്നത്തെ സയന്റിസ്റ്റുകളുടെ ചക്രവർത്തിയാ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഒരിക്കലും നമുക്ക് ഇതെല്ലാം കൂടി ചിന്തിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നത് ആകെ സിംഗിൾ ഡയമെൻഷനിലാണ്. അതുകൊണ്ട് അതിന്റെ ഡബിളിലേക്ക് കടക്കും, ട്രിപ്പിളിലേക്ക് കടക്കും, അങ്ങനെ അങ്ങനെ ഡയമെൻഷൻ മാറി മാറി വരും. ഹാരിസ് സാർ എന്നെ ഉണർത്തുകയായിരുന്നു. ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ ഇനി ഇതൊരു യൂണിവേഴ്സിറ്റി ആക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നാട്ടുകാരനും പ്രിയപ്പെട്ട ഹാരിസും, അദ്ദേഹം ഒരുപാട് കാട്ടിക്കൂട്ടലിൻ്റെ ആളല്ല. അതാണ് ഹാരിസ് സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നിങ്ങളുടെ പ്രിയപ്പെട്ട ഹാരിസ് സാർ കാട്ടിക്കൂട്ടലുകളുടെ ആളല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാ? ഞാൻ ആരെയും കൊച്ചാക്കുകയല്ല. കുറച്ച് കച്ചവടമൊക്കെ തുടങ്ങും, എന്നിട്ടൊരു ബുഗാട്ടി വാങ്ങിക്കും, അല്ലെങ്കിൽ ഒരു ലംബോഗിനി വാങ്ങിക്കും, അല്ലെങ്കിൽ ഒരു ബെൻലി വാങ്ങിക്കും, എന്നിട്ട് അതിൽ അദ്ദേഹം പോകുന്നതിനെ സ്വന്തമായിട്ട് ഇങ്ങനെ എന്താക്കും, റീൽസ് ഇട്ടുകൊണ്ടിരിക്കും. ഇവിടെ ആരും ഞാൻ കണ്ടിട്ടില്ല, ഇനി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആ കച്ചവടത്തെ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള സ്റ്റാഫുകൾക്ക് ബെൻലി വാങ്ങിക്കൊടുത്തൊരു മുതലാളിയെയും ഇന്നേവരെ ഞാൻ കണ്ടെത്തിയിട്ടില്ല. അയാൾ തന്നെ സ്വന്തം ബെൽഡി ഓടിച്ചിങ്ങനെ പോകുന്ന കഥയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അല്ലെ? അങ്ങനെ തന്നെയല്ലേ? അയാൾ വെറുതെ ഇരിക്കായിരിക്കും, അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്തതൊക്കെ വേറെ കുറെ ആൾക്കാരായി. അതുകൊണ്ട് നിങ്ങളിൽ ഒരുവനായി, നിങ്ങളുടെ കൂട്ടത്തിലായി ഞാനിതൊരു വിമൻസ് യൂണിവേഴ്സിറ്റി ആക്കണമെന്ന് ഞാൻ അറിയാതെ പറഞ്ഞപ്പോൾ മൊബൈലിൽ കാണിച്ചു തരായിരുന്നു. ഇതിന്റെ പേര് തന്നെ വിമൻസ് യൂണിവേഴ്സിറ്റി എന്നാണ് എന്ന്. 2023 നിങ്ങൾ വിമൻസ് യൂണിവേഴ്സിറ്റി എന്ന പേര് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ പെഡഗോഗികൾ പൂർത്തിയാക്കിയാൽ മതി. ഇപ്പൊ ഞാൻ AI കുറിച്ച് പറയുമ്പോൾ AI ടീച്ചിങ് മെത്തഡോളജി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാനാണ് ആ പാവം അവിടുന്ന് എഴുന്നേറ്റ് ഇതുവരെ വന്നിട്ട് എനിക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് AI ഇനി ഒരുപാട് ലോകത്തിലൂടെ കടന്നു പോകും. ആ ലോകത്തിൽ ഡയമെൻഷനുകൾ മാറും. എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനോട് ഞാൻ പറയാം, കാരണം ഇനി സബ്ജക്റ്റ് അല്ല നമ്മൾ പഠിപ്പിക്കേണ്ടി വരിക. കാരണം ഒരു കുട്ടിക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് പല ആംഗിളും അറിയേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ ആ കുട്ടി ഇംഗ്ലീഷിൽ എഴുതണം. ആ കുട്ടിയോടുള്ള ചോദ്യം ടൂറിസവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. അപ്പൊ ആ കുട്ടി ടൂറിസവുമായി ബന്ധപ്പെട്ടതിൽ ലിങ്ക് ചെയ്യണം. അവിടുത്തെ സോഷ്യൽ ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട ചോദ്യം അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും. അപ്പൊ സോഷ്യോളജിയെ കുറിച്ചിട്ട് ആ കുട്ടി എഴുതണം. ആ കുട്ടി സോഷ്യോളജിയുമായി ബന്ധപ്പെടുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ സൈക്കോളജിയെ കുറിച്ച് അതിൽ ചോദ്യം ഉണ്ടാകും. അപ്പൊ സൈക്കോളജിയെ കുറിച്ച് പഠിക്കണം.
അതിൽ ചിലപ്പോ കണക്കുകളെ കുറിച്ചിട്ടുണ്ടാവും, എത്ര പൈസ ചെലവാകും എന്നതിന്റെ ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ അക്കൗണ്ടൻസിയെ കുറിച്ചിട്ട് അമാൽഗമേഷനും അബ്സോർപ്ഷനും റീകൺസ്ട്രക്ഷനും റീകൺസിലേഷനും ആ കുട്ടി പഠിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞു? ഇതൊക്കെ ഏത് കാലത്താണ് വരിക സാറേ എന്ന് ചോദിക്കും. വന്നു കഴിഞ്ഞു. ഉദാഹരണത്തിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? അതോ വേണ്ടേ? നിർത്തണോ? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? വിശക്കുണ്ടാവും, ചോറ് തരും നിങ്ങൾക്ക് ഇല്ലേ? ചോറില്ലേ ആരിസേ? ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ വളരെ ശ്രദ്ധിക്കും. ഇനിയുള്ള കാലഘട്ടം പറയാം. ഒരു കുട്ടിക്ക് വരുന്ന ചോദ്യം പറയാം. ഇപ്പൊ നിങ്ങൾക്ക് വരുന്ന ചോദ്യം എന്താണെന്നറിയോ? മൂന്നാറിനെ കുറിച്ച് വിശദീകരിക്കുക. അപ്പൊ എന്തിനെ പറ്റി വിശദീകരിച്ചാൽ മതി? എന്താ നിങ്ങൾ പറയാത്തെ? മൂന്നാറിനെ കുറിച്ച് വിശദീകരിച്ചാൽ മതി. കാരണം ഇതാ കേരളത്തിൽ നിന്ന് ഇത്ര ദൂരെയാണ് മൂന്നാറിൽ ഇന്നതൊക്കെയാണ്, പിന്നെ അവിടുത്തെ ചെമ്മരിയാട് അല്ലെങ്കിൽ വരയാട് വലിയൊരു സംഭവമാണ്, അവിടെ പിന്നെ 100 വർഷം കൂടുമ്പോൾ നീലക്കുറിഞ്ഞികൾ പൂക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് മൂന്നാറിനെ കുറിച്ചാണ് എഴുതിയാൽ മതി. ഇനിയുള്ള ചോദ്യം എങ്ങനെയാണെന്നറിയോ നിങ്ങൾ? ഞങ്ങൾ 3 പേര് കേരളം സന്ദർശിക്കാൻ വേണ്ടി വരുന്നു. ആര്? പുറത്തുനിന്ന് 3 പേര്. കേരളത്തിൽ എത്ര ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്? അതിൽ ഏറ്റവും ബെസ്റ്റ് ഏത്? ഞങ്ങൾ വരികയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് എത്ര? അവിടുത്തെ ആളുകളുടെ സൈക്കോളജി എന്താണ്? അവിടുത്തെ സോഷ്യൽ കാലാവസ്ഥ എന്താണ്? വേറെന്തെങ്കിലും റിവോർട്ടുകൾ ഉണ്ടോ? അവിടുത്തെ ഹിസ്റ്ററി എന്തൊക്കെയാണ്? പൈതൃകങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്? അത് നിങ്ങൾ എങ്ങനെ സജസ്റ്റ് ചെയ്യും ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? ഞങ്ങളാകെ 5 ഡേയ്സേ ഉള്ള 5 ഡേയ്സ് കൊണ്ട് ഇത് മുഴുവൻ എന്താക്കണം? ഞങ്ങൾക്ക് തീർക്കണം. അപ്പൊ ഇതിൽ എന്തൊക്കെ കടന്നു വരുന്നു? ഹിസ്റ്ററി കടന്നു വരുന്നുണ്ടോ ഇല്ലേ? സോഷ്യോളജി കടന്നു വരുന്നു, സൈക്കോളജി കടന്നു വരുന്നു. നന്നായിട്ട് സുന്ദരമായി ഇംഗ്ലീഷിൽ അത് എഴുതണമെങ്കിൽ ലിറ്ററേച്ചറും അല്ലെങ്കിൽ ഫങ്ഷണൽ ഇംഗ്ലീഷും കടന്നു വരുന്നു. പോരാ, ഇവിടുത്തെ പൊളിറ്റിക്സ് കടന്നു വരുന്നു, ഇവിടുത്തെ ഹെൽത്ത് കടന്നു വരുന്നു, അതിന്റെ അക്കൗണ്ടൻസി കടന്നു വരുന്നു. നിങ്ങൾ ഇത്ര ചെലവാണ് ആക്കേണ്ടത് എന്ന്. ഇതിനാണ് കൊളാബറേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കൊളാബറേഷൻ. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പോകുമ്പോൾ ഇതെല്ലാം ടെക്കിയിൽ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങൾക്ക് ടെക്നോളജി കൂടി അറിയേണ്ടിയിരിക്കുന്നു. ഇനിയുള്ള വിദ്യാഭ്യാസം അങ്ങനെ വിശദീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ടീച്ചേഴ്സും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പഠിച്ചതിൽ നിന്നും വീണ്ടും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുക എന്നതാണ്. ഒരുപാട് ഉയരങ്ങളിലേക്ക്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും ഇവിടെ അമർന്നിരിക്കരുത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഒതുങ്ങരുത്. ഇവിടെ നിങ്ങളെ പഠിപ്പിച്ചത് ഒരു ഫൗണ്ടേഷനാണ്. ആ ഫൗണ്ടേഷന്റെ അപ്പുറത്തേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് എത്ര പേർക്ക് കോൺഫിഡൻസ് ഉണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് യൂറോപ്പിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കോൺഫിഡൻസ് ഉള്ളവരൊന്ന് കൈവയ്ക്കട്ടെ. കോൺഫിഡൻസ് ഉണ്ട്? ഉറപ്പല്ലേ? ഉണ്ട്. എന്നാൽ ശരി, യൂറോപ്പിന്റെ ഒരു സിസ്റ്റം പറയാം. ആ കുട്ടികൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ട രീതി എന്താണെന്നറിയോ? ഹൗ ടു മാനേജ് പീപ്പിൾ എന്നതാണ്. അതിന് മറുപടി ഒന്ന് പറഞ്ഞാട്ടെ. അവിടുത്തെ ടീച്ചേഴ്സിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? കല്യാണത്തിന് പോകുന്ന കുട്ടികൾക്ക്, മാരേജ് ഫംഗ്ഷന് പോകുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ മാർക്കാണ്. എങ്ങനെ നമ്മൾ പഠിപ്പിക്കും? ഞങ്ങൾ ട്യൂഷന് പങ്കെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമായിരിക്കും എന്ന് പറയുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും അവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നെ ഇൻറ്റഗ്രേറ്റഡ് ആവും. കാരണം കല്യാണത്തിന് ഇപ്പോൾ മാരേജ് ഫംഗ്ഷനിലേക്ക് പോകുന്ന കുട്ടിക്ക് ഒരു പ്രത്യേക ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുകയാണ്. എന്തൊക്കെയാണ് അവിടുത്തെ റെസിപ്പി, എത്ര ആളുകളോട് നിങ്ങൾ ഫ്രണ്ട്സ് മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാക്കി, എത്ര ആളുകളോട് നിങ്ങൾ ബന്ധപ്പെട്ടു, സോഷ്യൽ റാപ്പോ എത്രത്തോളം ഉണ്ടായി, നിങ്ങൾ ഏതൊക്കെ ഫ്രണ്ട്സിനെയാണ് ബന്ധപ്പെട്ടത്, അവരുടെ ഫീൽഡ് എന്തൊക്കെയായിരുന്നു, ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകും. അതാണ് അവിടുത്തെ എഡ്യൂക്കേഷൻ. അപ്പൊ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങൾ മാറാൻ പോകുന്നു. ഒരു പക്ഷേ കേരളത്തിലും മാറിയേക്കാം. ഈ സിസ്റ്റം ഏറ്റവും മനോഹരമായി നടക്കുന്ന ഫിൻലാൻഡ്, ലോകത്തിലെ ഏറ്റവും ടോപ്പ് സ്കൂൾ സിസ്റ്റം ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റമാണ്. ആ ഫിൻലാൻഡിൽ കഴിഞ്ഞ 6 മാസം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി പോയിട്ട് സന്ദർശിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഫിൻലാൻഡിൽ പോയി സന്ദർശിച്ചു. ഞാനൊരു 15 വർഷമായിട്ട് ഫിൻലാൻഡിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. യൂറോപ്പിലെ ഏകദേശം 10-18ഓളം രാജ്യങ്ങൾ നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊ ഫിൻലാൻഡിൽ പോകുമ്പോൾ നമുക്ക് അതിശയം തോന്നുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ് വരെ പരീക്ഷയേ ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? +2 പരീക്ഷയുണ്ട്, മെട്രിക്കുലേഷൻ എക്സാമിനേഷൻ. അതെന്തിനാണെന്നറിയോ? യൂണിവേഴ്സിറ്റിയിലേക്ക് എന്തിനു വേണ്ടിയിട്ട്? ആ എക്സാം നിർബന്ധമായതുകൊണ്ട്. അല്ലെങ്കിൽ അതും ഉണ്ടാകില്ല. There is no ranking system. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് എന്ന് പറയുന്ന റാങ്കേ അവിടെ നമുക്കില്ല. പിന്നെ ബാക്ക് ബെഞ്ച് സിസ്റ്റം, അത് നമ്മുടെ ഇവിടെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ റൗണ്ടൊക്കെ ആലോചിച്ച് തുടങ്ങിയത്. പക്ഷെ ആ ഇരുത്തം പോലും ശരിയല്ല. ഞാൻ ഗവൺമെന്റിനെ തിരുത്തല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ യു ഷേപ്പിലാണ് ഇപ്പൊ നമുക്ക് കാണിച്ചത്, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കാണിച്ചത്. യു ഷേപ്പിൽ ഇരുന്നിട്ട് നമ്മൾ ഒരുപാട് ട്രെയിനിങ്ങുകൾ അവതരിപ്പിച്ച ഒരാളെന്ന നിലക്ക് പറയാണ്, ഒരു മനുഷ്യന്റെ നെക്ക് എന്തായിരിക്കും? ശരിയാവും. കാരണം ഇങ്ങനെ ഇരുന്ന് ടീച്ചറെ നോക്കണം, അതിൽ കഴുത്ത് ശരിയായി പോകും.
അതിനെക്കുറിച്ചൊന്നും പഠിക്കാതെയാണ് ഇപ്പൊ നമ്മൾ യു ഷേപ്പ് ഫ്രണ്ട് ബെഞ്ച് ഒഴിവാക്കാനുള്ള സിസ്റ്റം കൊണ്ടുവന്നതാണ്. പക്ഷെ ഫ്രണ്ട് ബെഞ്ച് ഒഴിവാക്കാനുള്ള സിസ്റ്റം ഏതാണെന്നറിയോ? നമ്മൾ ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ എടുക്കുമ്പോൾ ഓഫ്ലൈനാണ് ഞാൻ പറയുന്നത്. റൗണ്ട് ടേബിളാണ്. അതിൽ 5 കുട്ടികൾ ഉണ്ടാവുക എന്നതാണ്. ആ റൗണ്ട് ടേബിളിൽ ഇങ്ങനെ മൊത്തത്തിൽ ഉണ്ടാവുക, ടീച്ചേഴ്സ് എല്ലാവരിലേക്കും നടന്നെടുക്കുക. ദർ ഈസ് നോ ബോർഡ് സിസ്റ്റം. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യും? അപ്പോ ഡയമെൻഷൻ മാറുന്നു. ക്ലാസ് റൂമിലെ 4 ഭാഗത്തും ബോർഡ് ഉണ്ടാകും. ഞാൻ പറഞ്ഞ മനസ്സിലാണോ? കേൾക്കാൻ താല്പര്യമില്ലേ? പറഞ്ഞ മനസ്സിലായോ? ക്ലാസ് റൂമിന്റെ 4 വാൾസ് ഉണ്ടല്ലോ, ആ വാൾസ് മുഴുവൻ എന്തായിരിക്കും? ബോർഡുകളായിരിക്കും. എങ്ങനത്തെ ബോർഡ്? വൈറ്റ് ബോർഡ് അല്ല. ഞാൻ അങ്ങനത്തെ ക്ലാസ് റൂമിൽ കയറിയിട്ടുണ്ട്. എൻ്റെ 2 മക്കളും ഞാനും കൂടി അതിൽ കയറി, ഞങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് എന്നെ മെറ്റയിലേക്ക് കയറ്റി, അവസാനം വാളിൽ ഇങ്ങനെ തൊടുന്ന സമയത്ത് എന്തൊക്കെ സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, ആ സബ്ജക്റ്റുകൾ മുഴുവനും ആര് പറഞ്ഞു തരും? വാൾസ് പറഞ്ഞു തരും. വാൾസിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓസ്ട്രേലിയൻ ക്ലാസ് എടുക്കണോ, അതോ UK കാരൻ ക്ലാസ് എടുക്കണോ, അതോ പിന്നെ നിങ്ങൾ അമേരിക്കക്കാരൻ ക്ലാസ് എടുക്കണോ എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് വാളിൽ നിൽക്കിയാൽ മതി. അതിന് പ്രത്യേകിച്ച് നിൽക്കാനൊന്നുമില്ല. വാളിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ അവിടെ നിന്ന് വിശദീകരണം വരും. അത് നിങ്ങൾക്ക് 4 ടൈപ്പിലുള്ള ആളുകൾ വിശദീകരിക്കണം. ഒരാൾ മലയാളത്തിൽ വിശദീകരിക്കണം, ഒരാൾ ഇംഗ്ലീഷിൽ വിശദീകരിക്കണം, ഒരാൾ ഫ്രഞ്ചിൽ വിശദീകരിക്കണം, ഒരാൾ അറബിയിൽ വിശദീകരിക്കണം എന്ന 4 ക്ലാസ്സുകളും ക്ലാസ് റൂമിലെ അധ്യാപകരില്ലാതെ വാൾസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ടീച്ചർലെസ് ക്ലാസ് റൂം വരാനിരിക്കുന്നു. ടീച്ചർലെസ് ക്ലാസ് റൂം, ടീച്ചറില്ലാത്ത ക്ലാസ് റൂം. അപ്പൊ നിങ്ങൾ ഏതിലേക്ക് മടങ്ങുന്നറിയോ? നീ കപ്പാസിറ്റി കൂട്ടാൻ പറഞ്ഞത് അതിലേക്കാണ്. അപ്പൊ നിങ്ങൾ ഏതിലേക്ക് മടങ്ങും? നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തോട് കോപ്പപ്പ് ചെയ്യുന്ന അതീവ ജാഗ്രതുള്ള ടീച്ചേഴ്സായിട്ട് മാറണം. അങ്ങനെ മാറണമെങ്കിൽ എക്സ്ട്രാ ബ്രെയിൻ നമുക്കുണ്ടാകണം. ഇതൊക്കെ ഏത് കാലത്താ വരിക സാറേ എന്ന് ചോദിച്ചാൽ, ഇത് ദുബായിൽ എത്തിക്കഴിഞ്ഞു, അധികം താമസിയാതെ നമ്മുടെ ഇന്ത്യയിലും എത്തും. ഇന്ത്യ ഇങ്ങനെ മെല്ലെപ്പോക്കിന്റെ ഒരു രാജ്യമായതുകൊണ്ട് എന്നെത്തും എന്നുള്ളതിൽ മാത്രമേ സംശയമുള്ളൂ നമുക്ക്. പക്ഷെ ഞാൻ പറയാ, നിങ്ങൾ വിദേശത്തുള്ള രാജ്യത്തിലെ കുട്ടികളെ ഇവിടെ ഇരുത്തിയിട്ട് പഠിപ്പിക്കണം. ഇവിടെ ഇരുത്തിയിട്ട് ഇപ്പൊ നിങ്ങൾ അറിയോ, ഇന്ത്യയിലേക്ക് അധികമൊന്നും വിദേശ രാജ്യത്തിലെ കുട്ടികൾ പഠിക്കാൻ വരാറില്ല. IIT-യിലേക്കും IIM-ലേക്കും ഒന്ന് വന്നു നോക്കുന്നു എന്നതല്ലാതെ. പക്ഷെ ഇന്ത്യയിൽ നിന്ന് ലോകത്തിന്റെ മുഴുവൻ രാജ്യങ്ങളിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന കേപ്പബിലിറ്റിയിലേക്ക്, കപ്പാസിറ്റിയിലേക്ക് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സ് മാറുന്ന കാലം വരണം. ഇവിടെ ഇരിക്കുന്ന ഓരോ ടീച്ചേഴ്സും, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ടീച്ചേഴ്സും അങ്ങനെ ആയി മാറുന്ന ഒരു കാലം വരണം. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളൊക്കെ എൻ്റെ പെങ്ങന്മാരെ പോലെ, എൻ്റെ മക്കളെ പോലെ ഞാൻ കാണുന്നു. ഞാൻ പറഞ്ഞാൽ എൻ്റെ മോൾ ഇവിടെ ഇരിക്കുന്നു എന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കോൺഫിഡൻസ് ലെവൽ കൂട്ടലാണ്. ഇവിടെ ലാംഗ്വേജ് പഠിക്കാൻ നിങ്ങൾ പറയുമ്പോൾ ആ ലാംഗ്വേജിന്റെ പലപ്പോഴും ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ അതേപോലെ ഒരു ചോദ്യം കൂടി ഇവിടെ ഒന്നും കൂടി ചോദിച്ചോട്ടെ. ഒരു സെന്റൻസ് ഞാൻ പറയാം, അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റുമെന്നറിയോ? ഞാൻ 10,000 രൂപ വീണ്ടും തരാം. പക്ഷെ ചെറിയൊരു വാക്കാണ്, വലിയ വാക്കൊന്നുമല്ല, ചെറിയൊരു വാക്ക്. സാറ് പറയരുത് കേട്ടോ, ഇംഗ്ലീഷിന്റെ മെയിൻ ആൾക്കാർ പറയരുത്. ഇറ്റ്സ് എ കേസ് ബാക്ക് ടു ഓൺ ടു ഓഫ്. ഞാൻ എന്താ പറഞ്ഞത്? പറയുന്നവർക്ക് 10,000 രൂപ. പ്ലീസ് റൈസ് ദ ഹാൻഡ്സ്. ഒന്നും കൂടി പറയാം. ഇറ്റ്സ് എ കേസ് ബാക്ക് ടു ഓൺ ടു ഓഫ്. ഒന്നും കൂടി പറയണോ? ഫൈനൽ. It's keys and back to on to off. ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് മിസ്സായി? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറഞ്ഞു, ഇപ്പൊ 10,000 നിങ്ങൾക്ക് മിസ്സായത് ഏതുപോലെയാണോ, ഭാവിയിൽ 10 ലക്ഷവും 1 കോടിയും നിങ്ങൾക്ക് നഷ്ടപ്പെടും. കാരണം നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ നോളേജിനേക്കാൾ പവർഫുൾ ആക്കേണ്ടത്. നിങ്ങൾക്ക് ഇപ്പൊ ലിസണിങ് സ്കിൽ എന്ന് പറയുന്നത് കുറച്ച് കുറവായത് കൊണ്ടാണ്. ഞാൻ നിങ്ങളെ കൊച്ചാക്കുകയല്ല, നിങ്ങൾക്ക് ഇതെന്താണെന്ന് തിരിയാതെ പോയത്. ബറാക് ഒബാമ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ പ്രസംഗത്തിൽ, മാസ്മരികമായ പ്രസംഗത്തിൽ, പക്ഷേ മാർട്ടിൻ ലൂതർ കിങ് കഴിഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രഭാഷകൻ എന്നറിയപ്പെടുന്ന ബറാക് ഒബാമ, അദ്ദേഹം ആദ്യത്തെ പ്രസംഗത്തിൽ 4 പ്രാവശ്യം ടൈറ്റിൽ സഹിതം ഈ വാക്കുച്ചരിക്കുന്നുണ്ട്. ഇന്നേ വരെ നമ്മളിത് കേട്ടിട്ടില്ല എന്നതുകൊണ്ട് നമുക്ക് 10,000 മിസ്സായി. അങ്ങനെ എത്രയോ ലക്ഷങ്ങൾ, എത്രയോ കോടികൾ നമുക്ക് നഷ്ടപ്പെടും. ഭാവിയിൽ നിങ്ങളൊരു ഇന്റർവ്യൂയിലേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളെ ആ കുട്ടികളെ എന്താക്കുന്നറിയോ? ലാംഗ്വേജ് മാറ്റിക്കൊണ്ട് എന്താക്കും? നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യിക്കും. അതോടുകൂടി നമുക്ക് കിട്ടാതെയാകും. ഞാനിപ്പോ നെഗറ്റീവാണ് പറഞ്ഞതിന്റെ പോസിറ്റീവ് പറയാം. ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് AI-യിലൂടെ ഇംഗ്ലീഷ് പഠിക്കണം. AI-യിലൂടെ. അപ്പൊ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിന് പുറമെ AI നമുക്ക് പറഞ്ഞു തരും. കുറെ കട്ട് ചെയ്തുകൊണ്ടാണ്. ഉദാഹരണത്തിന്, ഐ ആം കമ്മിങ് ഫ്രം കേരള എന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നു. അപ്പൊ ആ സമയത്ത് അവർ ചോദിക്കുന്നു, why are you using ing here? Because you are sitting in front of me. നീ ഇപ്പോൾ ഇരിക്കുന്നതിന്റെ മുമ്പിലാണ്, എന്തിനാ ഇവിടെ ing ഫോം ഉപയോഗിക്കുന്നത് എന്ന് AI നിങ്ങളോട് ചോദിക്കും.
ഐ ആം കമ്മിങ് ഫ്രം എന്ന് ഉപയോഗിച്ചിരുന്ന ആ സാധനം വേണ്ട എന്ന് AI നിങ്ങളോട് പറയും. ഐ ആം കമ്മിങ് ഫ്രം എന്നത് മാറ്റി ഐ ആം കം ഫ്രം അത് മാറ്റിയിട്ട് നിങ്ങളോട് പറയും കം ഒഴിവാക്കിയേക്ക് ഐ ആം ഫ്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എന്താണ്? ഐ ആം സുലൈമാൻ ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അത്ര സ്റ്റാൻഡർഡൈസേഷന്റെ. ഞാനൊരിക്കൽ പ്രിയപ്പെട്ട ശശി തരൂർജിയോട് ചോദിച്ചു, പാർട്ടി ഏതുമാകട്ടെ, അവസ്ഥകൾ ഏതുമാകട്ടെ, അദ്ദേഹം ഒരു വലിയൊരു എഡ്യൂക്കേഷനിസ്റ്റാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തോട് ചോദിച്ചു, സാർ, നിങ്ങൾ പറയുന്ന പ്രസംഗങ്ങൾ ഏകദേശം 70% ആൾക്കാർക്ക് തിരിയുന്നില്ല. അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് എന്തിനാ ഇത്ര കോംപ്ലിക്കേഷൻ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദാറ്റ്സ് ശശി തരൂർ. അതാണ് ശശി തരൂർ എന്നത്. എന്ന് വെറുതെ തമാശ പറഞ്ഞു. നമ്മൾ പറയുന്നത് ഏകദേശം 30% ആളുകൾക്ക് തിരിയരുത്. അതായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി. പറഞ്ഞു മനസ്സിലാണ്ടോ? സാറി ഒന്ന് ചിരിക്കാം അല്ലേ? ഷേക്സ്പിയർ പറഞ്ഞതെല്ലാം നമുക്ക് തിരിയും. ഞാൻ ഷേക്സ്പിയറിന്റെ സമ്പൂർണ്ണ കൃതികൾ ഒരുപാട് വട്ടം വായിച്ചു നോക്കി. കിക്ക് ദ ബക്കറ്റ് എന്നൊക്കെ ഉപയോഗിക്കാം മരണത്തിന് വേണ്ടി, അല്ലേ സാറേ? കിക്ക് ദ ബക്കറ്റ്. നമ്മളതിന് അർത്ഥം കൊടുക്കൽ എന്താ? ബക്കറ്റിനെ ചവിട്ടുന്നു എന്നാണ്. പക്ഷെ അതിന്റെ അർത്ഥം ഡെത്ത് എന്നാണ്. ഷേക്സ്പിയർ ഇങ്ങനെ നൂലാമാലയായിട്ടാ ലാംഗ്വേജ് ഉപയോഗിച്ചേ. അപ്പൊ അടിപൊളിയായിട്ട് നിങ്ങൾക്കത് പറയാൻ പറ്റും. നിങ്ങൾ AI-യിലൂടെ പല രീതിയിലുള്ള എന്തുണ്ട്, നിങ്ങൾക്ക് അതിന്റെ AI ടൂളുകളുണ്ട്. അതിലൂടെ നിങ്ങൾ പഠിച്ചോ. ഇവിടെ ഇരിക്കുന്ന ഓരോ ടീച്ചേഴ്സും അങ്ങനെ പഠിച്ചോ. രണ്ടാമത്, നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് ക്ലാസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നടത്തുക എന്ന് നിങ്ങൾ പഠിക്കണം. ലാംഗ്വേജ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ക്ലാസ് മാനേജ്മെന്റ്. അതിൽ നിങ്ങൾ ഓൺലൈനിൽ ക്ലാസ് എടുക്കുമ്പോൾ, ഒരു പക്ഷേ ഞാൻ എന്നാളൊരു കുട്ടിയെ കണ്ടിരുന്നു കോഴിക്കോട് വെച്ചിട്ട് ഇതേപോലെ പ്രോഗ്രാമിൽ. അവൾ അന്ന് പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഫിസിക്സ് ടീച്ചറാണ്. ആ സമയത്ത് ഞങ്ങളൊരു അതിശയത്തോട് കൂടിയിട്ട് നോക്കിയപ്പോൾ അവൾ പറയാണ്, ഞാൻ വിചാരിക്കും ഞാൻ പറയുന്നത് തള്ളലാണ് എന്നുള്ളത്. ഞാൻ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് എടുക്കേണ്ടതെന്ന്. കാരണം ഓൾ ഇന്ത്യ ലെവലിലുള്ള എൻട്രൻസ് കോച്ചിങ് സെന്ററിലെ ഫിസിക്സ് ടീച്ചർ ആയതുകൊണ്ട് ഡെയിലി ആയിരങ്ങളോട് ക്ലാസ് എടുക്കുന്ന ആളാണ്. അത് ചിലപ്പോൾ ഒരേ സമയത്ത് തന്നെ 10,000 സ്റ്റുഡൻസ് ഒക്കെയാണ് അത്ര അവരെ ഇതിലേക്ക് വരിക, വ്യൂസിലേക്ക് വരിക. അതുകൊണ്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല. അപ്പൊ ഈ ലക്ഷക്കണക്കിന് കുട്ടികളെ മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കണം നമുക്ക്, നമ്മൾ എന്ന ടീച്ചേഴ്സിന്. സാധാരണ ക്ലാസ് റൂമിൽ വെറും 50 കുട്ടികളെ മാനേജ് ചെയ്താൽ പോരാ. അതുകൊണ്ട് മാനേജ്മെന്റ് സിസ്റ്റം എന്താണ്? ക്ലൗഡ് സിസ്റ്റം എന്താണ്? ഹൊറിസോണ്ടൽ സിസ്റ്റം എന്താണ്? സർക്കിൾ സിസ്റ്റം. ആ സർക്കിളിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റും? ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് പ്രസംഗിക്കുന്ന സമയത്ത് ഓരോ മൂലയിലേക്ക് മാറി മാറി നോക്കുന്നത്? കാരണം അതൊരു ക്ലൗഡ് സിസ്റ്റമാണ്. എല്ലാ ആളുകളെയും ഒരേപോലെ ശ്രദ്ധിക്കുക എന്ന സിസ്റ്റമാണ്. ഇതേപോലെ നമ്മൾ ഒരു വൺ വേ ടോക്ക് നടത്താതെ ലോകത്തിൽ ഒരുപാട് ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് എന്ന അവസ്ഥയിൽ നമ്മൾ സംസാരിക്കണം. അപ്പോഴാണ് നമ്മൾ ശരിക്കും മാനേജീരിയൽ സ്കില്ലുള്ള ഓരോ കുട്ടികളായിട്ട് മാറുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ട സ്കില്ലുകൾ പറയണം. രണ്ടാമത്തത്, ഓരോ കുട്ടിയെയും ഡിഫറെന്റ് മെത്തഡോളജിയിലൂടെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികൾക്ക് ഡിഫറെന്റ് ആളുകളാണ്. സോ മെനി മെൻ, സോ മെനി മൈൻഡ് ആൻഡ് സോ മെനി യൂണിവേഴ്സ്. ഓരോ കുട്ടികളും ഓരോ ലോകമാണ്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ മറക്കല്ലേ. ഡാൻഡെ റോസറ്റെ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്, ചിത്രകാരനുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പിക്കാസോയെ പോലെയുള്ള വലിയ ചിത്രകാരനാണ് ഡാൻഡെ റോസറ്റെ. റോസറ്റയുടെ അരികിൽ ഒരു പാവം മനുഷ്യൻ വരുന്നു, വടിയും കുത്തി പിടിച്ചുകൊണ്ട് കുറച്ച് പിക്ചറുമായിട്ട്. ഡാൻഡെ റോസറ്റയെ കാണുന്നു. എന്നിട്ട് പറയുന്നു, സാർ ഇതൊന്ന് നോക്കൂ നിങ്ങൾ, എന്റെ പിക്ചറുകൾ എങ്ങനെയുണ്ട്. അദ്ദേഹം ആ പിക്ചറുകളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അതൊരു ഭാഗത്തേക്ക് മാറ്റുന്നു. എന്നിട്ട് പറഞ്ഞിട്ട്, ഇതൊന്നും അത്ര പോരാ സാർ എന്ന് നല്ല സൗമ്യമായിട്ട് മറുപടി പറയുന്നു. അപ്പൊ അദ്ദേഹം ബാഗിൽ നിന്ന് വേറെ കുറെ ചിത്രങ്ങൾ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. എന്ന് പറഞ്ഞു, സാർ ഇതെങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കൂ എന്ന്. അപ്പൊ ഡാൻഡെ റോസറ്റെ തന്റെ ചിത്രകലാ വൈഭവത്തിന്റെ കണ്ണുകൊണ്ട് അന്തിച്ച് വിശാലമായി നോക്കുന്നു. ഇത് വളരെ നന്നായിട്ടുണ്ട്, ആരാണ് ഇത് വരച്ചത് എന്ന്. ആദ്യം അദ്ദേഹം പറഞ്ഞിരുന്നു, ഇതൊക്കെ ഞാനാ വരച്ചത് എന്ന്. ആദ്യം കാണിച്ചെടുത്ത പിക്ചേഴ്സ്, ഇതാരാ വരച്ചത് എന്ന ചോദ്യത്തിന് ആ പാവം മനുഷ്യൻ കൊടുത്ത മറുപടി, ഇതും ഞാനാ വരച്ചത് എന്ന്. ഡാൻഡെ റോസറ്റെ അതിശയത്തോടു കൂടി ചോദിച്ചു, എന്താ ഇത്ര ദൂരം? അപ്പൊ പറഞ്ഞു, വരക്കാൻ അറിയുന്ന എന്നെ വരെയെല്ലാം ഒഴിവാക്കിയിട്ട് പഠിക്കാനിരുത്തിയ എൻ്റെ ടീച്ചേഴ്സാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്നാണ് ഡാൻഡെ റോസറ്റയോട് കൊടുത്ത മറുപടി. ദയവ് ചെയ്തിട്ട് വരക്കാൻ അറിയുന്നവരുടെ കൈകൾ നമ്മൾ വെട്ടല്ലേ, ഓടാൻ കഴിയുന്നവന്റെ കാലുകൾ നമ്മൾ വെട്ടല്ലേ, പ്രസംഗിക്കാൻ കഴിയുന്നവന്റെ നാവിന് നമ്മൾ പിഴുതെറിയല്ലേ, എന്നിട്ട് ഡോക്ടർ എന്നും എഞ്ചിനീയർ എന്നും പറഞ്ഞിട്ട് മാത്രം തിരിക്കല്ലേ. പകരം അവൻ സമൂഹത്തിന്റെ ഓട്ടക്കാരനാകേണ്ടവരാണ്. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ള കഥാപാത്രം നിങ്ങൾക്കറിയാവുന്ന കഥാപാത്രം. 7ാം ക്ലാസ്സിലെ പഠിക്കാതെ വരുന്ന കുട്ടിയെ നോക്കിയിട്ട് പുറത്തു പോ, ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ അധ്യാപകൻ. അങ്ങനെ സങ്കടത്തോടെ വിശന്ന് വശനായി പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ കുട്ടിയോട് മർമ്മർ പോലെ ഒരുതരം മർമ്മരമുണ്ടല്ലോ, ചെറുതായിട്ടൊരു സംസാരം. ഇയാൾ പറഞ്ഞത് എന്താന്നൊരു അധ്യാപകൻ,
നീ ഇനി ഫിഷർമാനാകാൻ പോയിക്കോ എന്നാണ്. മീൻ കച്ചവടക്കാരനായിക്കോ അല്ലെ മീൻ പിടുത്തക്കാരനായിക്കോ. ആ സമയത്ത് ആ കുട്ടി ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ട് നേരെ അധ്യാപകൻ പിന്നെയും തുടർന്നു, ഒരു വാക്ക് കൂടി കൂട്ടിച്ചേർത്തു, നിന്റെ വാപ്പയെയും കൂട്ടിക്കോ എന്ന്, അച്ഛനെയും കൂട്ടിക്കോ, നിന്റെ അച്ഛനെ നീ കൂട്ടിക്കോ എന്ന്. ഒരു അധ്യാപകന്റെ അങ്ങേയറ്റത്തെ വാക്കും പുറത്തേക്ക് വന്നു. തിരിച്ചു കണ്ട് വന്നിട്ട് കസേരങ്ങനെ ഉയർത്തി. പാവം കുട്ടി അടിച്ചില്ല എന്നേ ഉള്ളൂ. തന്റെ ജീവിതത്തിൽ നിന്ന്, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ കുട്ടിയെ ഈ അധ്യാപകനെ കാണാൻ ഇന്ന് നാണമുണ്ടാകും. ആ കുട്ടിയുടെ പേരാണ് ദ ഗ്രേറ്റ് റൊണാൾഡോ എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അധ്യാപകരായ ആളുകൾ, വിലയിരുത്തുന്ന ആളുകളല്ല കുട്ടികൾ. അധ്യാപകർക്ക് വിലയിരുത്താൻ പറ്റുന്നതിൻ്റെയും എത്രയോ ദൂരത്താണ് നമ്മുടെ കുട്ടികൾ. ആധുനിക കാലഘട്ടത്തിലെ കുട്ടികളെ നമ്മൾ പഠിക്കണം. ഈ കുട്ടിയുടെ മറ്റൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിശന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു പാവം പെണ്ണ് ബർഗർ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ മാടി വിളിച്ച സംഭവം. ബർഗർ കഴിക്കാൻ പൈസയില്ല. രാത്രി 1 മണിക്ക് അപ്പുറത്തേക്ക് ഇറങ്ങിയത്. ആ സമയത്ത് ഒരു പാവം അവിടുത്തെ ഗേൾ ഇങ്ങനെ വിളിക്കാണ്, മോനെ ഇങ്ങോട്ട് വാ. അന്ന് വയസ്സ് 11. ആ 11-കാരൻ അന്ന് കൊടുത്ത ബർഗർ കടിച്ചുകൊണ്ട് പോകുമ്പോ ആ കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് കിനാവുണ്ടായിരുന്നു. കാലങ്ങൾക്ക് ശേഷം തന്റെ രാജ്യത്ത് വന്നിറങ്ങുമ്പോ എയർപോർട്ടിന്റെ പേര് പോലും തന്റേതാണ്. ദ ഗ്രേറ്റ് റൊണാൾഡോയുടെ പേരാണ്. റൊണാൾഡോ ആദ്യം അന്വേഷിക്കുന്നത് ഈ സ്ത്രീ എവിടെ എന്നാണ്. ഇന്ന് അദ്ദേഹത്തിന് 40 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഒരുപാട് കാലം മുമ്പ് നടന്ന കഥയല്ല. ആ പാവം സ്ത്രീ അന്വേഷിച്ചപ്പോ അവരെവിടെയാണെന്ന് അറിയില്ല. അവസാനം ഒരു ഇന്റർവ്യൂവിൽ റൊണാൾഡോ അത് പറയുന്നു, ഇങ്ങനൊരു പെണ്ണെനിക്ക് അന്ന് ബർഗർ തന്നു എന്ന് പറയുമ്പോൾ ആ പാവം ഇന്റർവ്യൂവിൽ ഇരുന്ന് കരയുന്നു. ആ പെണ്ണത് കാണുന്നു. അവര് വരുന്നു, റൊണാൾഡോയെ പുൽകുന്നു. റൊണാൾഡോ ഗിഫ്റ്റായിട്ട് തിരിച്ചു കൊടുത്തത് എന്താണെന്നറിയോ? അന്നത്തെ ഒരു ബർഗറിന് പകരമായി കൊടുത്തത് തന്റെ രാജ്യത്ത്, പോർച്ചുഗൽ എന്ന് പറയുന്ന രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വില കൂടിയ ഒരു റെസ്റ്റോറന്റ് ആണ് ആ പെണ്ണിനെ തിരിച്ചങ്ങണ്ട് കൊടുത്തത്. അതാണ് ഒരു ടീച്ചറേക്കാൾ ഒരു പക്ഷേ അടുക്കളയിൽ വേല ചെയ്യുന്ന ഒരു പാവം സ്ത്രീക്ക് കണ്ടെത്താൻ പറ്റും ഒരു പാവം കുട്ടിയുടെ രോദനം എന്താണ് എന്ന്. അതുകൊണ്ട് ടീച്ചേഴ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളൊരു അമ്മയെപ്പോലെ കുട്ടികളെ കരുതലോടെ കൊണ്ട് നടക്കുന്ന ആളായിരിക്കണം. വിശക്കുന്ന കുട്ടിയാണെന്ന് കാണുമ്പോൾ തലയിൽ തലോടുന്ന ഒരു അമ്മയായി നമ്മൾ മാറണം. ഫീസ് അടക്കാൻ വകയില്ലാതെ കുട്ടി കിടന്ന് കരയുമ്പോ ആ സ്വന്തം പോക്കറ്റിൽ നിന്ന് അവന്റെ ഒരു 200 രൂപ ഫീസ് അടക്കാൻ പറ്റുന്ന ഒരാളായിട്ട് നമ്മൾ മാറണം. ഒരിക്കലും എവിടെയും എത്തില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയെ APJ അബ്ദുൽ കലാം പറയുന്നുണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് തന്നെ സയൻസ് പഠിപ്പിച്ച അധ്യാപകരെ കുറിച്ചല്ല. അദ്ദേഹം പറയുന്നത് ടെക്നോളജി പഠിപ്പിച്ച അധ്യാപകരെ കുറിച്ചല്ല. അദ്ദേഹം പറയുന്നത് തന്നെ 10 വയസ്സപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ശ്രീനാരായണൻ എന്നോ മറ്റോ പറയുന്നൊരു നായരെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. APJ അബ്ദുൽ കലാം അദ്ദേഹത്തെ കുറിച്ച് ഇന്റർവ്യൂവിൽ ഒരുപാട് തവണ ആവർത്തിച്ചു പറഞ്ഞു, നാരായണ അയ്യരാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകനെന്ന്. ആ സമയത്ത് കുട്ടികൾ ചോദിക്കുക എന്താ പ്രത്യേകത എന്ന്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബോർഡിൽ ഞങ്ങൾക്ക് പറവകളെ കാണിച്ചിട്ട് ഇത് ആകാശമാണ് എന്ന് പഠിപ്പിച്ചു തരും. അങ്ങനെ ഞങ്ങൾ ഒരുപാട് മൂല്യങ്ങൾ പഠിപ്പിക്കും. പിന്നെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. കടപ്പുറത്തായിരുന്നു ഞങ്ങളുടെ സ്കൂള്. അതുകൊണ്ട് പരുന്തെന്തുകൊണ്ടാണ് ഉയർന്ന് പറക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ആ പരുന്തിന്റെ ഇടയിലൂടെ അന്ന് റയറസ്റ്റ് ആയിട്ട് പോകുന്ന ഫ്ലൈറ്റിനെ നോക്കിയിട്ട് ഐ വാണ്ട് ടു ബിക്കം എ പൈലറ്റ്, എനിക്കൊരു പൈലറ്റ് ആകണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ ഷോൾഡറിൽ തട്ടിയിട്ട് യു വിൽ ബിക്കം എന്ന് തന്റെ കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് ആക്കിയ ഒരാക്കലുണ്ടല്ലോ, ആ അധ്യാപകനാണ് തന്റെ ജീവിതത്തിന്റെ കമ്മിറ്റ്മെന്റ് എന്ന് ശ്രീ APJ അബ്ദുൽ കലാം എഴുതി വെക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു തമ്പ് ഇംപ്രഷൻ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഉയർന്നേ പോവുക. സമയമില്ലാത്തത് കൊണ്ട് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഇവിടെ ഇരിക്കുന്ന ഓരോ പെൺകുട്ടികളും ഓരോ പ്രസ്ഥാനമാണ്. നിങ്ങൾ കുടുംബത്തോടൊപ്പം മുന്നോട്ട് പോകണം. ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടി എന്നതിന്റെ പേരിൽ നേരത്തെ ആളുകൾ സൂചിപ്പിച്ചതുപോലെ ആണുങ്ങളെ ഒഴിവാക്കുന്നൊരവസ്ഥയിലേക്ക് എത്തരുത്. ഇവിടെ ശ്വേത മേനോൻ എന്ന് പറയുന്ന പ്രശസ്ത നടി ഇവിടെ അതിമനോഹരമായി നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരിപ്പോ സാധാരണ ഒരു നടിയല്ല, അവർ അമ്മ എന്ന് പറയുന്ന താരസംഘടന പ്രസിഡന്റ് കൂടിയാണ്. അവിടെ ഇരുന്ന് അവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്നത് തന്തത സഹചാരിയായ നിഴല് പോലെ കൂടെ നടക്കുന്ന പ്രിയപ്പെട്ട വെള്ളത്തോളിന്റെ പ്രിയപ്പെട്ട പിൻഗാമി കൂടിയാണ്. അവരുടെ ഭർത്താവാണ്, ശ്രീ എന്ന് നമ്മൾ വിളിച്ചിട്ടുള്ള ആളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബ കലഹങ്ങൾ എന്താക്കരുത് നമ്മൾ പോകേണ്ടത്. ഏതൊരു കവിതയുണ്ടല്ലോ അതിമനോഹരമായി അമ്മയെക്കുറിച്ചിട്ട് എഴുതിയതാണ് ആ കവിത. ഒരു മകൻ അമ്മയെക്കുറിച്ച് എഴുതുമ്പോൾ എത്ര മനോഹരമായിട്ട് എഴുതും. അമ്മ അത് വായിച്ചു നോക്കി. അമ്മയെക്കുറിച്ച് എഴുതിയ മഹാകവിതയിൽ അമ്മ തിരഞ്ഞതെല്ലാം അച്ഛന്റെ പേരായിരുന്നു എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അത്
അമ്മയെക്കുറിച്ച് മകനെഴുതിയ മഹാകവിതയിൽ അങ്ങേയറ്റത്തെ കാവ്യത്തിൽ അമ്മ തിരഞ്ഞതെല്ലാം അച്ഛന്റെ പേരായിരുന്നു എന്ന് പറഞ്ഞാൽ, തന്നെക്കുറിച്ച് എഴുതിയ കവിതയിൽ അച്ഛന്റെ പേരില്ലാതെ എന്നെക്കുറിച്ച് എഴുതണ്ട എന്ന സന്ദേശമാണ് ആ അമ്മ കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. സമയം വൈകിയത് കൊണ്ട് നിർത്തിക്കൊള്ളട്ടെ. ഇത് വീണ്ടും വീണ്ടും ഉയർന്നു പോകണം. നിങ്ങളെല്ലാവരും യശസ്സോടെ ഇതിന്റെ കൂടെ ഉണ്ടാകണം. ഇത് കേവലം ഒരു ബിസിനസ് അല്ല. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരനും ഞാൻ വിദ്യാർത്ഥിയെ പോലെ കാണുന്നവനുമായ ഇതിന്റെ ചെയർമാനും MD-യുമായിട്ടുള്ള പ്രിയപ്പെട്ട ഹാരിസിനെ എല്ലാ ഭാവുകങ്ങളും നൽകുന്നു. കാരണം ഇത് കേവലം ഒരു ബിസിനസ് അല്ല. സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, സ്ത്രീകളെ നീതിബോധത്തോടു കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിമനോഹരമായി എടുത്തുയർത്തപ്പെട്ട മനോഹരമായ സവിധത്തിന്റെ പേരാണ്. മുമ്പ് പറഞ്ഞതാണെങ്കിലും ആ കുട്ടിയുടെ കഥ ഒറ്റ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ചെറുപ്പത്തിൽ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത ഒരു പാവം പെൺകുട്ടി, ആ പാവം പെൺകുട്ടി ഇങ്ങനെ പോവുകയാണ് ഗ്രൗണ്ടിലേക്ക്. 7ാം ക്ലാസ്സിലെ തന്റെ സ്കൂളിലെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഓടുമ്പോ ഒരു പാട്ട ഷൂ മാത്രമായിരുന്നു തനിക്കുണ്ടായിരുന്നത്. അച്ഛൻ കേവലം ഒരു കൂലിവേലക്കാരനാണ്. ആ കൂലിവേലക്കാരനായിട്ടുള്ള അച്ഛനോട് ഷൂ വാങ്ങിക്കാൻ പറയാനൊരു മടി. കാരണം ആകെ എന്നും കിട്ടുന്നത് 25-30 രൂപ മാത്രമാണ്. ആ സാധുവിന് അതുകൊണ്ട് എങ്ങനെ കഴിയും? അങ്ങനെ ആ പെൺകുട്ടി അത് മിണ്ടിയില്ല. അവസാനം പിന്നെ സ്റ്റേറ്റ് ലെവലിലേക്കുള്ള മത്സരം വന്ന സ്കൂൾ തലത്തിൽ തന്റെ 14ാമത്തെ വയസ്സിൽ നടന്നിട്ടുള്ള 9ാം ക്ലാസ്സിലെ മത്സരത്തിൽ സ്റ്റേറ്റ് ലെവലിൽ മത്സരിക്കാൻ അച്ഛനോട് കണ്ണീരോടെ സങ്കടത്തോടെ പറഞ്ഞൊരു പേരാണ്. അച്ഛനോട് പറഞ്ഞു, പിതാജി എനിക്ക് നിങ്ങളൊരു ഷൂ വാങ്ങി തരുമോ? എന്താ മോളെ, ഏത് ഷൂ ആ വേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഓട്ടത്തിൽ അന്ന് ഏറ്റവും ബെസ്റ്റായി നിൽക്കുന്ന, ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന അഡിഡാസിന്റെ ഷൂ ആണ് ആവശ്യപ്പെട്ടത്. അഡിഡാസിന്റെ ഷൂ വാങ്ങിക്കണമെങ്കിൽ അന്ന് ഏകദേശം 2000-ഓ 2500 ഒക്കെ കൊടുക്കണം. ഈ അച്ഛനാകട്ടെ കൂലി ആകെ 50 രൂപയും 60 രൂപയൊക്കെയാണ്. 2500 രൂപ വില വരുന്ന ഈ പറയുന്ന അഡിഡാസിന്റെ ഷൂ വാങ്ങിക്കാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ആ കുട്ടി തന്റെ സങ്കടം കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ അച്ഛൻ പാവം ഒരു ഷൂ വാങ്ങിച്ചു കൊടുക്കുന്നു. അഡിഡാസിനെ പോലെ തോന്നിപ്പിക്കുന്ന വില കുറഞ്ഞ ഒരു ഷൂ, ഒരു വൈറ്റ് ഷൂ. അവിടെ ചരിത്രം നിങ്ങൾ പഠിക്കണം. ആ കുട്ടി അന്ന് രാത്രിയിൽ സ്കെച്ച് പേന കൊണ്ട് ആ ഷൂവിൽ എഴുതി വെച്ചു, എന്ത്? അഡിഡാസ് എന്ന്. അഡിഡാസിന്റെ ഷൂ അല്ല അത്, അഡിഡാസ് എന്ന് എഴുതി വെച്ചു. ആ കുട്ടി സ്റ്റേറ്റ് മത്സരത്തിലോടി. കാലങ്ങൾക്ക് ശേഷം 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ ഓട്ട മത്സരത്തിൽ, വേൾഡിലെ ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന മത്സരത്തിൽ ഇന്തോനേഷ്യയിൽ പോയിട്ട് ഏഷ്യൻ ഗെയിംസിൽ ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യക്കാരിയായ പെൺകുട്ടി പിന്നീട് പോയത് എങ്ങോട്ട്? യൂറോപ്പിലേക്ക്. അവിടുത്തെ ഏറ്റവും ടോപ്പ് മത്സരത്തിൽ ലോകത്തിൽ 59 സെക്കൻഡ് കൊണ്ട് 400 മീറ്റർ ഓടിക്കറങ്ങിയിട്ട് ഇന്നേ വരെ റെക്കോർഡ് തകർത്തിട്ടില്ലാത്ത അവസ്ഥയിലേക്ക് ആ കുട്ടി ഓടിയിട്ട് ഇങ്ങനെ നിന്നിട്ട് ഈ പാവം കുട്ടി ഇങ്ങനെ നിൽക്കാൻ. കരച്ചിൽ ഒരു ഭാഗത്ത്, അച്ഛന്റെ സങ്കടം ഒരു ഭാഗത്ത്, അഡിഡാസിന്റെ സ്വപ്നങ്ങൾ ഒരു ഭാഗത്ത്. ആ സമയത്താണ് ഹിമാദാസിനെ തേടി അഡിഡാസ് കമ്പനി വരുന്നത്. ഇത് ഞാൻ വെറുതെ അതിശയോക്തി പറയല്ല. അഡിഡാസ് കമ്പനി വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് അഡിഡാസിന്റെ അംബാസഡർ ആകാൻ പറ്റുമോ എന്ന്. ഗ്രൗണ്ടിലൂടെ ഓടി ആ പെൺകുട്ടി പിന്നെയും അഡിഡാസ് എന്ന ഷൂവിന്റെ അംബാസഡർ ആക്കിയിട്ട്, ഇവിടെ ഇപ്പൊ ശ്വേതമേനോനെ നിങ്ങളുടെ അംബാസഡർ ആക്കിയതുപോലെ അഡിഡാസിന്റെ അംബാസഡർ ആക്കാൻ പോകുന്ന 18 വയസ്സുകാരിയായ പെൺകുട്ടിയെ, ആ പെൺകുട്ടി എന്ന് ഗ്രൗണ്ടിലൂടെ ഓടി. പത്രക്കാര് ചോദിച്ച ചോദ്യം, മോളെ എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് എന്നാണ്. അപ്പോഴാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അഡിഡാസിന്റെ ഷൂവില്ലാതെ സ്റ്റേറ്റ് മത്സരത്തിൽ ഓടേണ്ടി വന്നിട്ട് വാങ്ങിച്ചു തന്ന ഷൂവിന് അഡിഡാസ് എന്ന പേര് കൊടുത്തത്. ആ പാവം പെൺകുട്ടി അന്ന് ഓടി. അവസാനം അഡിഡാസ് ഒരു തീരുമാനമെടുത്തു. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് അഡിഡാസിന്റെ ഷൂവിന്റെ കൂട്ടത്തിൽ ഈ അംബാസഡർ പേരും കാണാം. അഥവാ അന്നു മുതൽ അഡിഡാസ് ഒരു തീരുമാനമെടുത്തു, അഡിഡാസ് എന്ന ഷൂവിന് പകരം ഈ പെൺകുട്ടിയുടെ പേരിൽ ഷൂ ഇറക്കണമെന്ന്. ആ ഷൂവിന്റെ പേരാണ് ഹിമാദാസ് എന്ന്. ഈ പെൺകുട്ടിയുടെ പേരിലാണ് പിന്നെ അഡിഡാസ് ഷൂ ഇറക്കുന്നത്. ഈ ഷൂ ഇടാൻ വകയില്ലാത്ത കുട്ടി അഡിഡാസ് എന്ന് പറയുന്ന ഷൂവിന്റെ അംബാസഡർ ആക്കി. അതുമാത്രമല്ല, പേര് പോലും ഈ ഹിമാദാസ് എന്നാക്കി മാറ്റിയിട്ട് അത്രയും വളർന്നത് പോലെ ഇവിടെ ഇന്ന് ഈ വുമൻസ് യൂണിവേഴ്സിറ്റിയുടെ, എൻ്റെ പ്രിയപ്പെട്ട ഹാരിസന്റെ ഈ മഹാപ്രസ്ഥാനമായിട്ടുള്ള ഇതിന്റെ വക്താക്കളായി മാറുമ്പോ ഹിമാദാസിനെ പോലെ ഉയർന്നു പോകാൻ നമുക്ക് പറ്റണം. നിങ്ങൾ പെൺകുട്ടികളാണ്, എന്തൊക്കെ പറഞ്ഞാലും ആ മൂല്യങ്ങൾ നിലനിർത്താൻ നമുക്ക് പറ്റണം. ഈ സദസ്സ് കാണുമ്പോഴേ നമുക്കറിയാം മൂല്യം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് അതിമനോഹരമായി ഉയരങ്ങളിലേക്ക് കുതിക്കാൻ നമുക്ക് സാധ്യമാകട്ടെ. ഇന്നത്തെ ഈ മനോഹരമായ ഈ ഉച്ചനേരത്തെ ഈ സമയത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട്
ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നാളെയുടെ കുട്ടികളെ വാർത്തെടുക്കുമ്പോൾ അത് കുട്ടിയല്ല പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കി സമൂഹത്തെ വാർത്തെടുത്തി അവരെല്ലാം ലോകത്തിന്റെ ഏറ്റവും ടോപ്പ് കരിയർ എന്ന അർത്ഥത്തിലുള്ള സോഷ്യൽ റിഫോമർ, അവൻ ഡോക്ടറാകട്ടെ എഞ്ചിനീയർ ആകട്ടെ എന്തുമാകട്ടെ, സോഷ്യൽ റിഫോമർ. ഇവിടെ പ്രിയപ്പെട്ട ശ്വേതാമേനോൻ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അമ്മയുടെ വകയായി ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ഓട്ടിസം ബാധിച്ച കുട്ടികളെയും കൂട്ടിക്കൊണ്ടൊരു പരിപാടി നടത്തണമെന്ന്. അതേപോലെ തന്നെ വിമൺസിനെ കൂട്ടിക്കൊണ്ട്, വിഡോസിനെ അഥവാ വിധവകളെ കൂട്ടിക്കൊണ്ടൊരു പരിപാടി അമ്മയുടെ കെയറോഫിൽ നടത്തണമെന്ന് അവരതൊക്കെ സമ്മതിച്ചു പോയിട്ടുണ്ട്. നടത്തുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എത്ര മനോഹരമായിരിക്കും. കേരളത്തിലെ മുഴുവൻ ഓട്ടിസം ബാധിച്ച കുട്ടികൾ 10,000-കണക്കിനുണ്ട്. ആ കുട്ടികളെ മുഴുവൻ ഇങ്ങനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സദസ്സിൽ ഇരുത്തിക്കൊണ്ട് ഭരത് മമ്മൂട്ടി അതിനെ ഉദ്ഘാടനം ചെയ്യുന്ന ആ സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായിരിക്കണം നമ്മുടെ മനസ്സിലും. നമ്മൾ ഏത് ലോകത്തേക്ക് പോയാലും സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള, സൊസൈറ്റിയെ വായിക്കുന്ന, രാജ്യത്തോട് കമ്മിറ്റ്മെന്റ് ഉള്ള, ലോകത്തെ സ്നേഹിക്കുന്ന മഹാപുരുഷന്മാരായി മഹാസ്ത്രീകളായി നമ്മൾ ഒരുത്തരും മാറത്തെ. വാല്യൂസ് കീപ്പ് ചെയ്തുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈ പറയുന്ന മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ച് ഹാരിസിനും അദ്ദേഹത്തിന്റെ അംഗങ്ങൾക്കും ഇവിടെയുള്ള ടീച്ചേഴ്സിനും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്വപ്നങ്ങൾ കണ്ട് വളർന്നേ പോവുക. Dreams are the most powerful energy. Aim the sky. You can reach on the top of the tree. If you aim the tree, you can live on the earth. Have a nice day, all of you.